പ്രാർത്ഥിക്കാം. ഇന്നും കർത്താവിൻ്റെ വലിയ പ്രവൃത്തികളെ നമുക്ക് നേരിട്ട് അനുഭവിക്കുവാൻ കർത്താവിൽ നമുക്ക് ഇടയാകും. നമുക്ക് ഈ സമയം ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഇന്ന് സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിന്റെ തിരുസന്നിധിയിൽ വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാം. എന്റെ കൂടെ എന്ന് പറഞ്ഞാട്ടെ, കാൽവരി ക്രൂശിൽ കർത്താവ് എന്റെ പാപത്തെയും എന്റെ ശാപത്തെയും തന്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എന്റെ രോഗത്തെയും എന്റെ ദാരിദ്ര്യത്തെയും കർത്താവ് തന്റെ ശരീരത്തിൽ ക്രൂശിൽ വഹിച്ചതിനാൽ ഞാൻ ഇനി രോഗിയല്ല, ദിവ്യാരോഗ്യത്തോടെ ദീർഘായുസോടെ ഇരുന്ന് കർത്താവിന്റെ സമൃദ്ധിയെ അനുഭവിക്കും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തത്തില്ല. ഭൂലോകത്തിന്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. നന്ദി കർത്താവ്. ഇന്ന് ഏറ്റുപറഞ്ഞവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് ഒരുമിച്ച് ഒരുമനപ്പെട്ട് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ വചനങ്ങളെ കേട്ട് ദൈവസന്നിധിയിൽ ബലപ്പെടാം. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഇന്നത്തെ ദിവസം അത്ഭുതത്തിൻ്റെ സമയമാണ്. നിങ്ങൾക്ക് ഓഡിയോ ഒക്കെ ക്ലിയർ ആണോ? സൗണ്ട് നിങ്ങൾക്ക് നന്നായിട്ട് ക്ലിയർ ആണ്? കേൾക്കുന്നുണ്ടോ? സൗണ്ട് കുറവാ പക്ഷേ, സൗണ്ട് കുറവാ. മനസ്സിലായില്ല. വോളിയം കറക്റ്റ് ആണെന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, എല്ലാവർക്കും വോളിയം കുറവല്ലെങ്കിൽ, ഒന്ന് രണ്ട് പേർക്ക് വോളിയം കുറവാണെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനയിൽ നിന്നും ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് പുറത്തേക്ക്. വോളിയം എല്ലാവർക്കും കുറവാണെങ്കിൽ ശ്രദ്ധിച്ചോളൂ. വോളിയം കുറവാണെങ്കിൽ, വോളിയം എല്ലാവർക്കും കുറവല്ലെങ്കിൽ, ചിലർക്ക് വോളിയം ഉണ്ട്, ചിലർക്ക് വോളിയം ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ജോയിൻ ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ വാട്സാപ്പ് അല്ലെങ്കിൽ സൂം ഒന്ന് അപ്ഡേറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ എല്ലാവർക്കും വോളിയം കുറവല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ചിലർക്ക് വോളിയം കൂടുതലുണ്ട്, ചിലർക്ക് വോളിയം കുറവാണെങ്കിൽ, അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ലെഫ്റ്റ് ചെയ്യുക. വീണ്ടും ജോയിൻ ചെയ്യുമ്പോൾ അത് ക്ലിയർ ആവും. അല്ലെങ്കിൽ ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക സൂം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഓരോ ദിവസവും പ്രാർത്ഥനയോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ഇത് അത്ഭുതത്തിൻ്റെ സമയമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ ചേർന്നിരുന്ന് വിശുദ്ധ വചനത്തെ കേൾക്കുവാനും വചനം പഠിക്കുക മാത്രമല്ല, വചനത്തിൻ്റെ അകത്തിരിക്കുന്ന സകല നന്മകളെ അനുഭവിക്കുവാനും ദൈവം നമ്മളെ ഒരുക്കിയിരിക്കുന്നല്ലോ. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നല്ലോ. കർത്താവ് നമ്മളെ ഓരോ ദിവസവും ശക്തിപ്പെടുത്തുന്നു. ഓരോ ദിവസവും ദീർഘായുസോടെ ഇരുന്ന് ദിവ്യ ആരോഗ്യത്തോടെ ഇരുന്ന് കർത്താവിനെ സ്തുതിക്കുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പ്ലാൻ. ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്നു. 12 മിനിറ്റുകൾ നമുക്ക് ഒരുമിച്ച് ഒന്ന് പറയാം. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്ന എൻ്റെ ദൈവം. ഒന്നുകൂടെ പറയാം. 1-2 മിനിറ്റുകൾ നമുക്കൊന്ന് പറയാം. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന എൻ്റെ ദൈവം. ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവം മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ, വെറുതെ ഇങ്ങനെ പറയരുത്, പറയുന്ന കാര്യത്തെ നിങ്ങൾ ശ്രദ്ധിച്ചോണം. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ, റോമാലേഖനം 4-ാം അധ്യായത്തിലെ വാക്യമാണ് ഞാൻ ഈ പറഞ്ഞത്. മരിച്ചവരെ ഉയർപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന, ഞാൻ വിളിക്കുന്ന എൻ്റെ കർത്താവ്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന എൻ്റെ ദൈവം. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഇത് കയറണം. ലോകത്തിലെ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഏത് രാജ്യത്ത് നിങ്ങൾ പോയാലും, ഏത് അവസ്ഥയിലൂടെ കടന്നു പോയാലും നിങ്ങളുടെ ദൈവത്തെപ്പറ്റി ഒരു ഉറപ്പുണ്ടായിരിക്കണം. എൻ്റെ ദൈവം മരിച്ചതിനെ, ഡെഡ് ബോഡിയെ, ലോക സയൻസിന്, മെഡിക്കൽ സയൻസിന്, ലോക മനുഷ്യന് മരിച്ച ഡെഡ് ബോഡിയെ ഉയർപ്പിക്കാൻ കഴിയത്തില്ല. പക്ഷേ എൻ്റെ ദൈവത്തിന് എന്നിലൂടെ കഴിയും. എൻ്റെ ദൈവത്തിന് എന്നിലൂടെ ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുവാൻ കഴിയും. ഞാനത് വിശ്വസിക്കുന്നു. ആമേൻ. നമ്മുടെ വിശ്വാസം അതാണ്. ഞാൻ പലപ്പോഴും കർത്താവിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിച്ചോണം. നിങ്ങൾ ബൈബിളിൽ 2 കാര്യങ്ങളെ പറ്റിയാണ് പറഞ്ഞേക്കുന്നത്. ഒന്ന് ആത്മീയമായിട്ടും ഭൗതികമായിട്ടും. എൻ്റെ കൂടെ പറഞ്ഞാട്ടെ, ആത്മീയമായതും ഭൗതികമായതും ബൈബിളിലുണ്ടെന്ന് പറയാം. ശ്രദ്ധിച്ചോണം. നിങ്ങൾ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന സമയത്ത് തന്നെ, കർത്താവ് വചനം പ്രസംഗിക്കുന്ന സമയത്ത് തന്നെ അവിടെ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി.
അവിടെ ഒരു കുഷ്ഠരോഗി വരുന്ന സമയത്ത് കുഷ്ഠരോഗിയോട് വചനം പറഞ്ഞിട്ട് പറയുകയാണ്, സഹോദര, ഞാൻ വന്നിരിക്കുന്ന ദൈവരാജ്യം സ്ഥാപിക്കുവാനും നിത്യജീവനെ മനുഷ്യർക്ക് കൊടുക്കുവാനും നിത്യരക്ഷയെ ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുവാനുമാണ് ഞാൻ വന്നിരിക്കുന്നത്. അതുകൊണ്ട് നീ ബലപ്പെടുക എന്ന് പറയുക മാത്രമല്ല, അവൻ ആ സമയത്ത് അവൻ്റെ ശരീരത്തിൽ അവന് ഭൗതികമായിട്ടൊരു സൗഖ്യം ആവശ്യമായതുകൊണ്ട് അവനെ സൗഖ്യമാക്കുകയും ചെയ്തു. കർത്താവ് ശ്രദ്ധിച്ചോണം, അവിടെ വന്നു കൂടി ആൾക്കാർക്ക് ആഹാരം വിശക്കുന്നതെന്ന് മനസ്സിലായിട്ട് വചനം കേൾക്കാൻ വന്ന ആൾക്കാർക്ക് 5 അപ്പത്തെ 5000 പേർക്ക് പോഷിപ്പിച്ചു. അപ്പോൾ 2 കാര്യം ശ്രദ്ധിച്ചോണം. ഒന്ന്, കർത്താവ് ആത്മീയമായ വചനത്തെ കൊണ്ട് അവരെ പരിപോഷിപ്പിക്കുകയും 2 ഭൗതികമായിട്ട് അവരെ നിറയ്ക്കുകയും ചെയ്തു. അപ്പോൾ 2ഉം ദൈവം നമുക്ക് തരും. എന്നാൽ പലപ്പോഴും നിങ്ങൾ കേട്ടിരിക്കും, ഞാൻ വിശ്വാസ ജീവിതത്തിൽ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറയുന്നല്ലേ 2012 കാലഘട്ടത്തിലാണ്. ഞാൻ ഈ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയ കാലഘട്ടത്തിൽ ഒത്തിരി സംശയങ്ങൾ എൻ്റെ അകത്ത് വന്നു. കാര്യം എൻ്റെ ചുറ്റിനുമുള്ള ഒട്ടുമുക്കാലും പ്രസംഗകർ പ്രസംഗിക്കുന്ന പ്രസംഗങ്ങൾ ഞാൻ കേൾക്കുമ്പോൾ ഞാൻ ഈ എപ്പോഴും ദൈവത്തിനൊരു കൃപയോട്ടോ, നമുക്ക് ഈ ബൈബിള് വായിക്കുവാൻ ഒരു കൃപ കിട്ടിയാൽ ഏറ്റവും വലിയ ഭാഗ്യമാട്ടോ. ബൈബിള് കേൾക്കാനല്ല, ബൈബിള് വായിക്കുവാൻ അതൊരു അനുഗ്രഹമാണ്. ബൈബിള് പഠിക്കുന്നത് ഒരു അനുഗ്രഹമാണ്, കർത്താവ് തരുന്ന കൃപയോട്ടോ. അപ്പം ഞാൻ ഈ വചനം വായിക്കുന്ന സമയത്ത് പല പ്രസംഗങ്ങളുമായിട്ട് ചേരുന്നില്ല. ഞാൻ അവരെ ആരെയും വിധിക്കുകയോ കുറ്റപ്പെടുത്തുകയല്ല. നമ്മുടെ കാഴ്ചപ്പാടുകൾ ചിലപ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ഉള്ളിൽ തെറ്റിദ്ധാരണകൾ വന്ന് കയറാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ വചനത്തിൽ ഇങ്ങനെ വായിക്കാൻ തുടങ്ങി, കർത്താവേ, ദൈവവചനത്തിൻ്റെ അകത്തിരിക്കുന്ന പദ്ധതികളെ കാണുവാനും അനുഭവിക്കുവാനും കർത്താവ് ഇടയാക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വചനങ്ങൾ വിശ്വസിക്കുകയും ഈ വചനങ്ങൾ പ്രസംഗിക്കുവാനും തുടങ്ങി. അപ്പം പല ആൾക്കാരും പല സംശയങ്ങൾ വന്ന്, അല്ലെങ്കിൽ സംശയങ്ങളല്ല, പല രീതിയിലൊക്കെ ചോദ്യങ്ങൾ ഉയർത്താൻ തുടങ്ങി. അത് ശരിയാണോ, ഇത് ശരിയാണോ? അപ്പോൾ എനിക്ക് അന്നും ഇന്നും ഒരു പ്രൂഫ് എന്നാന്ന് ചോദിച്ചാൽ ബൈബിളാണ്. നമ്മുടെ ഏറ്റവും വലിയ തെളിവ് വചനമാണ്. വചനത്തേക്കാൾ വലിയൊരു പ്രൂഫ് നമുക്കില്ല. അതുകൊണ്ടാണ് ഇത്രയും കാലഘട്ടത്തിൽ കത്തിക്കാനും നശിപ്പിക്കാനും ഏതൊക്കെ രീതിയിൽ അത് കളയാൻ നോക്കിയിട്ടും നിലനിൽക്കുന്നതിൻ്റെ കാരണം നമ്മുടെ അടിസ്ഥാനം ബൈബിളാണ്. അപ്പോൾ ഈ വചനം പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി, യേശുക്രിസ്തു നമ്മുടെ ചെറിയ ആവശ്യങ്ങളെ പോലും ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. മനസ്സിലായോ? അതെന്തുകൊണ്ടാണെന്നുള്ളത് നമുക്ക് വചനം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ശ്രദ്ധിച്ചോണം, നമ്മുടെ നിസ്സാരമായ കാര്യങ്ങളെ പോലും ചെയ്യുവാൻ കർത്താവിന് ഇഷ്ടമാണ്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, നമ്മൾ ആത്മീകമായി വളരുന്നത് പോലെ തന്നെ ഭൗതികമായി നമ്മൾ വളരണം. സ്പിരിച്വലി ഒരാൾ സ്ട്രോങ് ആയാൽ അവന് ഈ ഭൂമിയിലുള്ള സകല വിഷയങ്ങളെയും കൺട്രോൾ ചെയ്യുവാൻ കഴിയും. ആമേൻ. ഞാൻ 1-2 വാക്യത്തിലൂടെ നമുക്കൊന്ന് വചനത്തിലേക്കൊന്ന് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കർത്താവ് നമ്മളെ ഇന്ന് അത്ഭുതകരമായി നടത്തട്ടെ. അപ്പോസ്തല പ്രവൃത്തികൾ തന്നെ തുടർമാനമായിട്ട് നമ്മൾ വീണ്ടും അപ്പോസ്തല പ്രവൃത്തി തന്നെ വന്ന് നിൽക്കുകയാണ്. 4-ാം അധ്യായത്തിൻ്റെ 30-ാമത്തെ വാക്യമാണ്. അപ്പോസ്തലന്മാരുടെ ഇടയിൽ ഇപ്പോഴോ കർത്താവ് അവരുടെ ഭീഷണികളെ നോക്കണേ. അപ്പോസ്തലന്മാരൊന്ന് പേടിച്ച് നിൽക്കുക. അപ്പോൾ അവിടെ ഇങ്ങനെ ഒരു വാക്ക് പറയുകയാണ്, സൗഖ്യമാക്കുക നിന്റെ കൈ നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിക്കുവാനും നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അവിടെ ഒരു ചോദ്യം ഇങ്ങനെ പറയുക, അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയാണിത്. കർത്താവേ, സൗഖ്യമാക്കുക നിന്റെ കരം നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധദാസനായ യേശുവിൻ്റെ നാമത്താൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാലും നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടെ പ്രസ്താവിക്കുവാനും നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണം. ഞാനൊരു ചോദ്യം ചോദിക്കുക, എന്തുകൊണ്ടാണ് യേശുവിൻ്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നത്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടായിരിക്കും? ബൈബിളിൽ മറ്റൊരാളുടെ പേരിൽ ഇതേവരെ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ ഒരു മനുഷ്യൻ്റെ പേര് പറഞ്ഞാൽ ഒരിക്കലും അത്ഭുതവും നടക്കത്തില്ല, അടയാളവും ഉണ്ടാകത്തില്ല, വീര്യപ്രവൃത്തി ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം എന്തുകൊണ്ടാണ് യേശുവിൻ്റെ നാമത്തിൽ മാത്രം ഇതെല്ലാം നടക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? യേശുവാണ് നമ്മളെ രക്ഷിക്കാൻ വന്നത്. മനുഷ്യരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഒത്തിരി നിങ്ങൾക്ക് പറയുവാൻ ഒത്തിരി ഉത്തരവുണ്ട്. അതിനകത്ത് നമുക്കിന്ന് വേണ്ട ഒരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. ഞാനിപ്പോൾ അത് പറയാം. അപ്പോൾ ശ്രദ്ധിച്ചോണം. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, ബൈബിളിൽ ഒരു സ്ഥലത്ത് പോലും ഉൽപ്പത്തി മുതൽ നിങ്ങൾ മലാക്കി വരെ പഴയ നിയമം വായിക്കുന്ന സമയത്ത് ഒരാളുടെ പേരിൽ ദൈവം സൗഖ്യമാക്കുന്നെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പഴയ നിയമത്തിൽ ഒരു പ്രവാചകന്റെ പേരിലോ ഒരു അഭിഷക്തന്റെ പേരിലോ ഒരു ദൈവദാസന്റെ പേരിലോ ഒരു രാജാവിൻ്റെ പേരിലോ ഒരു വീര്യപ്രവൃത്തിയോ ഒരടയാളവോ നടക്കുന്നില്ല.
അവരെല്ലാം പറയുന്ന ഒരു വാക്ക് സൗഖ്യമാക്കുന്ന യഹോവയെന്നും യഹോവ വീര്യം പ്രവർത്തിക്കുമെന്നും യഹോവ നല്ലവനെന്ന് രുചിച്ചറിയണമെന്നും യഹോവ എൻ്റെ ഇടയനാകുന്നെന്നും. അപ്പൊ എല്ലാം ദൈവത്തെ കണക്ട് ചെയ്താ പറയുന്നത്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തലന്മാർ പറയുകയാണ് അവിടെ യേശുവിന്റെ നാമത്താൽ, അവിടെ എന്തോ ഒരു പ്രത്യേകത യേശുവിന്റെ നാമത്തിലുണ്ട്. അതെന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. അത് മനസ്സിലാക്കാൻ വേണ്ടി തൊട്ട് മുകളത്തേക്ക് നമുക്കൊന്ന് പോകാം. ഇവിടെ പത്രോസ് ശ്ലീഹയുടെ ഒരു പ്രസംഗത്തിലേക്ക് നമുക്ക് ഒന്ന് എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാകും. ഈ ഒരു വാക്യം നിങ്ങൾ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോസ്തലന്മാർ ഇങ്ങനെ കർത്താവിനെ പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോഴേക്കും അവർ കർത്താവിൻ്റെ സുവിശേഷം എല്ലാവരിലേക്കും എത്തിക്കാൻ തുടങ്ങി. ആ സമയത്ത് ഈ 11-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞിട്ട് കോണിൽ മൂലക്കല്ലായി തീർന്ന കല്ല് യേശു തന്നെ, മറ്റൊരുത്തനിലും രക്ഷയില്ല. ശ്രദ്ധിച്ചോണം, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല. ഉത്തരം ഇത്രയേ ഉള്ളൂ, യേശു രക്ഷകനാണ്. അപ്പോൾ രക്ഷകൻ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഒന്ന് നിങ്ങൾക്ക് ബൈബിൾ ഭാഷയെ പറയാതെ നിങ്ങൾക്ക് മാനുഷിക ബുദ്ധിയിൽ മനസ്സിലാക്കി രക്ഷകൻ എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? ആത്മീയമായിട്ട് പറയണ്ട. രക്ഷകൻ രക്ഷിക്കുന്നവൻ, രക്ഷിക്കുന്ന വ്യക്തിത്വം. അതായത് രക്ഷിക്കുക എന്ന് പറഞ്ഞാൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തി. അതായത് നിങ്ങൾക്ക് കഴിയാത്തൊരു കാര്യത്തെ നിങ്ങളെക്കാൾ സ്ട്രോങ് ആയ ഒരു വ്യക്തിത്വം വന്ന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് നമ്മൾ പറയും രക്ഷകൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുമായിട്ട് ഒരിക്കലും സമനല്ല, നിങ്ങളെക്കാൾ ഉന്നതനായ ഒരു വ്യക്തിത്വം. അതായത് നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്തൊരു കാലഘട്ടത്തിൽ, ഒരു സമയത്ത്, ഒരു വിഷയത്തിൽ നിങ്ങളെ സഹായിക്കുവാൻ ഒരു വ്യക്തി ഇറങ്ങി വന്ന് നിങ്ങളെ രക്ഷിക്കുമ്പോൾ നിങ്ങൾ പറയും രക്ഷകൻ. അതിൻ്റെ അർത്ഥം നിങ്ങളെക്കാൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ. മനസ്സിലാകുന്നുണ്ടോ? അതായത് യേശു രക്ഷകനായതിൻ്റെ കാരണം ഈ ലോകത്തിലെ ഒരു മനുഷ്യനും കഴിയാത്ത ഒരു എക്സ്ട്രാ ഓർഡിനറി പേഴ്സണാലിറ്റി യേശുവിനുണ്ട്. അത് മറ്റൊന്നുമല്ല, യെശയ്യാ പ്രവാചകൻ പറയുന്നു, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു. ഇപ്പം മനസ്സിലായോ? ഇത്രയും ക്വാളിറ്റികൾ നിറഞ്ഞിരുന്ന ഒരു വ്യക്തിത്വമാണ് യേശു. അതായത് മറ്റൊരുത്തനിലും രക്ഷയില്ല. എൻ്റെ അർത്ഥം ലോകത്തിലെ ഒരു മനുഷ്യനും കഴിയാത്തതിനെ സാധിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു വ്യക്തി യേശു മാത്രമാണ്. ഓക്കെ, റീത്ത സഹോദരി സ്വോത്ര വചനം ഇട്ടിട്ടുണ്ട്, യെശയ്യാവ് 9:6. ഞാൻ നിങ്ങൾക്ക് ആ വാക്യം ഒന്ന് പ്രൊജക്റ്റ് ചെയ്യാം. യെശയ്യാവ് 9:6 നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. ഞാൻ ആ വാക്യം ഇന്ന് റെഫറൻസ് ആയിട്ട് എടുക്കാൻ വേണ്ടി വെച്ചതല്ല. യെശയ്യാവ് 9:6 നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ആ വാക്യത്തിൽ അവിടെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാക്യമാണ്. നിങ്ങൾക്ക് ആ വാക്യം കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ കൊടുത്തിരിക്കുകയാണ്, നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിലുണ്ട്, അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു എന്ന് വിളിക്കപ്പെടും. ശ്രദ്ധിച്ചോണം, നിങ്ങൾ ഈ ക്വാളിറ്റി നോക്കിയാണ്. ഒന്ന്, ആധിപത്യം അവൻ്റെ തോളിലുണ്ട്. അതിൻ്റെ അർത്ഥം ആധിപത്യം, അധികാരത്തിൻ്റെ ആ ഒരു രാജ്യത്വം യേശുവിൻ്റെ തോളിലുണ്ട്. ഒന്ന്, അവൻ അത്ഭുത മന്ത്രി, വീരനായ ദൈവം. ശ്രദ്ധിച്ചു ആ വാക്ക് നോക്കിയ, വീരനായ പടയാളി, വീരനായ രാജാവ് എന്നല്ല പറയുന്നത്, ദൈവം, നിത്യനായ പിതാവ്, സമാധാനത്തിൻ്റെ പ്രഭു. സാക്ഷാൽ ദൈവത്തിന് കൊടുക്കുന്ന അതേ അഡ്രസ്സ് തന്നെ യേശുവിൻ്റെ മേലേക്ക് വരികയാണ്. അതുകൊണ്ടാണ് യേശുവിനെ രക്ഷകൻ എന്ന് പറയാൻ കാരണം. അതുകൊണ്ടാണ് ശിഷ്യന്മാർ പറഞ്ഞത് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കും. അതിൻ്റെ അർത്ഥം യേശു രക്ഷകനാണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഞാൻ പലപ്പോഴും ഞാൻ ആദ്യമൊക്കെ പ്രസംഗിക്കുന്ന സമയത്ത് ആളുകൾ ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ പറയാറുണ്ടായിരുന്നു, ഈ രോഗസൗഖ്യത്തിലോ അത്ഭുതത്തിലോ ഒന്നുമല്ല കാര്യം, കർത്താവിൻ്റെ സുവിശേഷത്തിലാണ്. നിങ്ങൾ സുവിശേഷം മൊത്തം പഠിച്ചാൽ മതി. ഒരു വ്യക്തി രോഗിയാകുന്നതിൻ്റെ പിന്നിൽ ദൈവം അവന് രോഗം കൊടുക്കുന്നതല്ല. രോഗത്തിൻ്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. രോഗം വരാനൊരു കാരണമുണ്ട്. ഉൽപ്പത്തിയിൽ അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ ദൈവം മനുഷ്യനെ രോഗിയായിട്ടോ ആപത്തിലും അനർത്ഥത്തിലും ദുഃഖത്തിലും കഷ്ടതയിലും പ്രയാസത്തിലും തകർച്ചയിലും കുടുംബജീവിതത്തിൽ ഐക്യത ഇതൊന്നും ഇല്ലാത്ത അവസ്ഥയിലല്ല സൃഷ്ടിച്ചത്. ഇതെല്ലാം അവൻ്റെ മേലേക്ക് വന്നതാ. ഒരു കണക്കിന് പറഞ്ഞാൽ പാപനിമിത്തം അവന് വന്ന ബന്ധനങ്ങളാണ് ഈ പ്രശ്നങ്ങൾ. ശ്രദ്ധിച്ചോണം. അപ്പൊ യേശു ആകുന്ന രക്ഷകൻ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നാൽ യേശുവിൻ്റെ പ്രത്യേകത നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കുടുങ്ങിയ ബന്ധനങ്ങളിൽ നിന്ന് നിങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്നതാണ് രക്ഷകന്റെ ചുമതല. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ?
നിങ്ങൾ എപ്പോഴും ഓർത്തോണം, ദൈവത്തിന് ഒരിക്കലും നിങ്ങൾ രോഗിയാകുന്നത് സന്തോഷമല്ല. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ദൈവത്തിന് ഒരിക്കലും എൻ്റെ തകർച്ചയിൽ സന്തോഷമില്ലെന്ന് പറ. ദൈവത്തിന് ഒരിക്കലും എന്റെ സന്തോഷമില്ല. സന്തോഷമില്ല. നമ്മളെപ്പോഴും പഠിച്ചോണം, നമ്മളെപ്പോഴും ശ്രദ്ധിച്ചോണം. കർത്താവിന് ഒരിക്കലും നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്, ഞാൻ ആ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് ഒന്ന് പോകാം. പെട്ടെന്ന് തന്നെ ആൾക്കാർ ഒരു വാക്യം ഒന്ന് വേഗത്തെടുക്കാവോ. 1 കൊരിന്ത്യ ലേഖനത്തിലെ വാക്യമാണ്. ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനവും കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതിനെ തിരഞ്ഞെടുത്തു. 1 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിലെ വാക്യമാണ്. ആ വാക്യം ഒന്ന് വേഗത്തിൽ ആരെങ്കിലും ഒന്ന് പെട്ടെന്നൊന്ന് ടൈപ്പ് ചെയ്തിട്ട് ആ വാക്യം അവിടെ ഇങ്ങനെ പറഞ്ഞിരിക്കും, നമ്മളെ ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത് ലോകത്തിൽ ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനനും കുലഹീനനും നികൃഷ്ടനും ഏതുമില്ലാത്തതിനെ തിരഞ്ഞെടുത്തത്. അതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി പറയാം. നിങ്ങളുടെ വീട്ടിൻ്റെ അകത്ത് ഞാൻ നിങ്ങളുടെ വീട്ടിലോട്ട് ഗസ്റ്റായിട്ട് ഒരു ദിവസം വന്നെന്നിരിക്കട്ടെ. ഒരു ദിവസം നിങ്ങളുടെ വീട്ടിലോട്ട് ഞാൻ വരുമോ. അപ്പോൾ വരുന്ന സമയത്ത് നിങ്ങൾ എനിക്ക് ഉറപ്പായിട്ട് ഒരു ചായ തരാൻ സാധ്യതയുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉറപ്പായിട്ടും നിങ്ങൾ എനിക്ക് ചായ തരും. സ്വോത്രം, നന്ദി. അപ്പം ഞാൻ വരുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലേക്ക് രാവിലെ പിള്ളേർ തട്ടിപ്പറിച്ചിട്ട് നിങ്ങളുടെ വീട്ടിലിരുന്ന് നല്ലൊരു ഗ്ലാസ് അത് പൊട്ടി തകർന്നു. ഒരു എന്താ പറയുന്നത്, നല്ല ഒന്നാമതൊരു ഗ്ലാസ് ആയിരുന്നു, ഒരു കുപ്പി ഗ്ലാസ് ആയിരുന്നു. അത് തല്ലിപ്പൊട്ടി തകർന്നു പോയി. നിങ്ങൾ ഓടിക്കൊണ്ടുവന്ന് ആ കുപ്പി ഗ്ലാസ്സിന് എത്ര നേരെയാക്കാൻ നോക്കിയാലും എനിക്ക് ചായ തരാൻ പറ്റുന്ന രീതിയിലേക്ക് ആ ഗ്ലാസ്സിനെ മാറ്റാൻ പറ്റുമോ? എങ്ങനെയെങ്കിലും എനിക്ക് ആ ഗ്ലാസ്സിലേക്ക് ആ ചായ തരാൻ വേണ്ടി ശ്രമിക്കുമോ? എങ്ങനെയെങ്കിലും ഇല്ല. ഉറപ്പായിട്ടും നിങ്ങൾ ശ്രമിക്കത്തില്ല. കാരണം അത് യൂസ്ലെസ് ആയിപ്പോയി, അത് വേസ്റ്റ് ആയിപ്പോയി. അതിൻ്റെ അകത്ത് ഇനി ഒരാൾക്ക് ചായ കൊടുക്കാൻ, പകർന്നു കൊടുക്കുവാൻ ഇനി ആ ഗ്ലാസ് വേസ്റ്റ് ആയിപ്പോയി. നിങ്ങൾ ശ്രദ്ധിച്ചോണം, ദൈവം ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനവും കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതിനെ തിരഞ്ഞെടുത്ത, യൂസ്ലെസ് ആയതിനെ ദൈവം തിരഞ്ഞെടുത്തു. എൻ്റെ അർത്ഥം ഇനി അതിൻ്റെ അകത്തു നിന്നും, ഞാൻ പറഞ്ഞില്ല, ഈ പൊട്ടി തകർന്ന കുപ്പി ഗ്ലാസ്സിൽ നിങ്ങൾ ഇനി എത്ര ചായ തിളപ്പിച്ചൊഴിച്ചാലും എനിക്കത് കുടിക്കാൻ പറ്റത്തില്ല, അതെനിക്ക് ഗുണമല്ല. ഇങ്ങനെ ഒന്നിനെ റീത്ത സൗകര്യ വീണ്ടും ആ വാചന 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൻ്റെ 27-ഉം 28-ഉം വാക്യമാണ്. ആ വാക്യം കൂടെ ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്തിട്ടേക്കോ, എല്ലാവർക്കും കൂടെ കാണുന്ന രീതിയിൽ. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഇങ്ങനെയുള്ള നിങ്ങളെ തെരഞ്ഞെടുത്തിട്ട് കർത്താവിനും അറിയാം. ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെയുള്ള നിങ്ങളെ കൊണ്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ? കുപ്പി ഗ്ലാസ് പൊട്ടി തകർന്ന അവസ്ഥയാണ് നമ്മുടെ അവസ്ഥ. വല്ലതും പറ്റുമോ നമ്മളെ കൊണ്ട്? നിങ്ങൾ എക്സ്ട്രാ വാക്കിയിട്ടുണ്ട്, ഡോക്ടർ ആ വാക്ക് ചെയ്തിട്ടുണ്ട്, രാകേഷ് ഡോക്ടർ ആ വാക്കിയിട്ടുണ്ട്, ജ്ഞാനികളെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ. ഇങ്ങനെയുള്ള നിങ്ങളെ കൊണ്ട് വല്ലതും പറ്റുമോ? പറ്റത്തില്ല. അപ്പം നിങ്ങൾക്കൊരു രക്ഷകന്റെ ആവശ്യമുണ്ട്. ഇപ്പം മനസ്സിലായോ എന്തുകൊണ്ടാണ് രക്ഷകന്റെ ആവശ്യം? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായോ? ഇപ്പം നമ്മുടെ ചിന്തയിൽ നമ്മൾ ഒരു സ്ട്രോങ് പേഴ്സൺ ആണെന്നൊരു ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ പൊട്ടി തകർന്നു പോയൊരു കുപ്പിച്ചില്ല. ഒരു സമയത്ത് ഞാനൊരു ഗ്ലാസ് ആയിരുന്നു ഉൽപ്പത്തി പുസ്തകത്തിൽ ഏതേൻ തോട്ടത്തിൽ. പക്ഷെ ഇപ്പം ഞാൻ തകർന്ന് തരിപ്പടമായൊരു കുപ്പി ഗ്ലാസ്സാണ്. ഒരു മനുഷ്യന് പോലും ഒരു ചായ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഫോമിലല്ല, ഏത് സമയത്തും വേസ്റ്റ് ബിന്നിലേക്ക് തട്ടിയിടാൻ റെഡിയായിട്ട് നിൽക്കുന്ന പൊട്ടിത്തകർന്ന കുപ്പിച്ചില്ല ഞാനിപ്പോൾ. കുപ്പി ഗ്ലാസ് അല്ല, കുപ്പിച്ചില്ല. ഇത് തന്നെയാണ് വചനം പറഞ്ഞത്, ദൈവം ലോകത്തിൽ ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനവും കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതിനെ തെരഞ്ഞെടുത്തു. മനസ്സിലാകുന്നുണ്ടോ? 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ 27-ാം വാക്യത്തിലാണ് നിങ്ങൾക്ക് ആ വാക്യം കാണാൻ പറ്റുന്നുണ്ട്, ബലമുള്ളതിനെ ലജ്ജിപ്പാൻ. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം, യേശു രക്ഷകനായി എൻ്റെ ജീവിതത്തിൽ വരാൻ കാരണം ഞാൻ കുപ്പിച്ചില്ലായതുകൊണ്ടാണ്. എനിക്ക് രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഞാൻ. ഇനി എന്നെ തിരിച്ച് എത്ര ഫെവിക്വിക്ക് ചൊട്ടിച്ചാലും എനിക്ക് കുടിക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ തകർന്നു പോയി. ഇങ്ങനെ ഇരിക്കുന്ന എന്നെ രക്ഷിക്കുവാൻ ഇറങ്ങി വന്ന രക്ഷകനാണ് യേശു. അപ്പോൾ യേശു രക്ഷകനായി എൻ്റെ ജീവിതത്തിൽ വരുമ്പോൾ കർത്താവ് എന്നെ വീണ്ടും തകർത്തിട്ട് വീണ്ടും എന്നെ പണിയത്തില്ല. ഓൾറെഡി ഞാൻ തകർന്നവനാ. എൻ്റെ കൂടെ പറഞ്ഞോട്ടെ, ഓൾറെഡി, അല്ലെങ്കിൽ ഞാൻ ഇപ്പോഴേ തകർന്നിരിക്കുവാണെന്ന് പറഞ്ഞേ. അപ്പൊ ഇത്രയും തകർന്നിരിക്കുന്ന നിങ്ങളെ പിന്നെയും തകർത്തിട്ട് ദൈവം ഒരിക്കലും എന്ത് ചെയ്യത്തില്ല, ഒന്നും ചെയ്യാൻ പോകത്തില്ല. അപ്പൊ ദൈവം എന്ത് ചെയ്യും? നിങ്ങളെ പണിതെടുക്കും. ഇപ്പൊ മനസ്സിലായോ? നമ്മളെ പണിതെടുക്കുമ്പോൾ നമുക്ക് സൗഖ്യം ആവശ്യമെങ്കിൽ ദൈവം സൗഖ്യം തരും. നമ്മുടെ ജീവിതത്തിൽ സമാധാനം ആവശ്യമെങ്കിൽ ദൈവം സമാധാനം തരും. നമുക്ക് ജയിക്കാൻ പറ്റാത്ത ഏതെങ്കിലും പാപ സ്വഭാവം ഉണ്ടെങ്കിൽ ദൈവം കൃപ തരും.
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവിലേക്ക് വരാൻ പറ്റുന്ന ഏതെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അവിടെ ദൈവം നമ്മളെ സഹായിക്കും. അതിൻ്റെ അർത്ഥം യേശു രക്ഷകനാണ്. ഇപ്പം മനസ്സിലായോ? യേശു രക്ഷകനായതുകൊണ്ട് എനിക്ക് രക്ഷകന്റെ ആവശ്യമുണ്ട്. ഞാൻ തകർന്നവനാണ്. പലപ്പോഴും ഞാൻ സുവിശേഷത്തിൽ വന്ന സമയത്ത് ഞാൻ പണ്ട് ഷെയർ ചെയ്തിട്ടുള്ളതാണ് അല്ലേ. ഞാൻ കോട്ടയത്ത് ഒരു സ്ഥലമുണ്ട്. കോട്ടയത്ത് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, കോട്ടയംകാർക്ക് അറിയായിരിക്കും. വടവാതൂർ എന്ന് പറയുന്നത് നമ്മുടെ കോട്ടയത്ത് പ്രാർത്ഥന നടന്ന സ്ഥലത്ത് തന്നെ വടവാതൂർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. MRFൻ്റെ ഒക്കെ ഒരു ഇതുള്ളതാണ്. അപ്പോൾ അവിടെ എനിക്കറിയാവുന്ന ഒരു സുഹൃത്തുമായിട്ട് ഞങ്ങൾ നിൽക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെട്ടു. ഞാൻ അടയാളമൊന്നും പറയത്തില്ല, അപ്പോൾ നിങ്ങൾക്ക് പരിചയമുള്ള മനുഷ്യനായിരിക്കും. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു വാക്ക് ഇപ്പോഴും എൻ്റെ ഓർമ്മയുണ്ട്. ഞങ്ങൾ അദ്ദേഹത്തിലേക്ക് പോകാനൊരു സാഹചര്യമുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ബ്രദറെ, ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥിക്കും, എന്നെ തകർക്കണം, എന്നെ തകർക്കണം, എന്നെ തകർക്കണം. എന്തിനാ അങ്ങനെ പറയുന്നത്? അപ്പോൾ ഞങ്ങൾ ചോദിച്ചു, എന്തിനാ സഹോദരൻ അങ്ങനെ പറഞ്ഞു? കാര്യം അദ്ദേഹം പറയാണ്, ഞാൻ തകർക്കപ്പെട്ടാലേ ഉള്ളൂ ഞാൻ പണിയപ്പെടത്തുള്ളൂ. എൻ്റെ അർത്ഥം അദ്ദേഹം ഇപ്പോഴും പ്രാർത്ഥന. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോൾ, കടഭാരം വരുമ്പോൾ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിരാശകൾ, പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ അദ്ദേഹം പ്രാർത്ഥിക്കാൻ എന്നാണെന്നറിയാം, മാറാനല്ല വർദ്ധിക്കാനാണ്. അപ്പം ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് സഹോദരൻ നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞാൻ തകർന്നാലേ എനിക്ക് താഴ്മ ഉണ്ടാകത്തുള്ളൂ. മനസ്സിലാകുന്നുണ്ട്? അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കയറിക്കൂടിയ ഒരു ചിന്തയാണ്, ഇദ്ദേഹം തകർന്ന് തരിപ്പടമായെങ്കിൽ മാത്രമേ ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നിങ്ങൾ യൂസ്ലെസ് ആണ്. എൻ്റെ കൂടെ മടിയില്ലെങ്കിൽ ഒന്ന് പറയാമോ, ഞാനൊരു യൂസ്ലെസ് ആണെന്ന് പറ. നിങ്ങളെ ഞാൻ യൂസ്ലെസ് എന്ന് പറഞ്ഞുകൊണ്ട് തെറ്റിദ്ധരിക്കല്ല, ദേഷ്യപ്പെട്ട് പറഞ്ഞു വന്നതല്ല. യൂസ്ലെസ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഗുണമില്ലാത്തത്, യൂസ് ചെയ്യാൻ കൊള്ളാത്തത്. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിലെ കുപ്പി ക്ലാസ്സിന് ഉദാഹരണമല്ല, നിങ്ങൾ ഇതിന് നാളെ മുതൽ ബ്രദർ ഞങ്ങളെ കയറി യൂസ്ലെസ് എന്ന് പറഞ്ഞ് പറയരുത്. പൊട്ടിത്തകർന്ന് കുപ്പിച്ചില്ല നമ്മൾ. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ബലഹീനവും കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതിനെ തെരഞ്ഞെടുത്തു. അതിൻ്റെ ടോട്ടലായിട്ട് പറയുവാണെങ്കിൽ യൂസ്ലെസ് ആയ നിങ്ങളെ ദൈവം തെരഞ്ഞെടുത്തു. എന്തിനാണ്? ലോകത്തിൽ ബലമുള്ളതിനെ ലജ്ജിപ്പാൻ, ജ്ഞാനികളെ ലജ്ജിപ്പാൻ, ലോകത്തിൽ ജീവനുള്ളൊരു ദൈവത്തിന് ഉണ്ടെന്ന് ലോകക്കാരുടെ നടുവിൽ വെളിപ്പെടുത്തുവാൻ തകർന്ന് തരിപ്പടമായ നിങ്ങളെ തമ്പുരാൻ തിരഞ്ഞെടുത്തു. ഞാൻ പലപ്പോഴും പറയാറില്ലേ, ഇന്ന് നിങ്ങളെ ശുശ്രൂഷിക്കുവാൻ ഞാൻ നിൽക്കുമ്പോൾ ഞാൻ മിടുക്കനായതുകൊണ്ടല്ല, നിങ്ങളെക്കാൾ ഏറ്റവും യൂസ്ലെസ് ആയതുകൊണ്ടാണ്. നിങ്ങളെക്കാൾ ഏറ്റവും വലിയ യൂസ്ലെസ് ആരാന്ന് വെച്ചാൽ ഞാൻ. അതുകൊണ്ടാണ് ദൈവം എന്നെ തിരഞ്ഞെടുത്തത്. അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞിരിക്കുന്നത്, ബലമുള്ളതിനെ ലജ്ജിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനവും കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതിനെ തിരഞ്ഞെടുത്തു. എന്തിനാണെന്നറിയാവോ? ദൈവത്തിൻ്റെ ശക്തി എന്നൊന്ന് വെളിപ്പെടുത്താൻ വേണ്ടി. ഇനി ബലവാനെ തിരഞ്ഞെടുത്താൽ എന്നാ പറയുന്നറിയാവോ? അവന് മഹത്വം ദൈവത്തിന് കൊടുക്കത്തില്ല. അവൻ പറയും, ഞാൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ദൈവം സഹായിച്ചു, അത്രയേ ഉള്ളൂ. ഇപ്പം മനസ്സിലായോ? അതുകൊണ്ടാണ് നിങ്ങൾ പഠിക്കുന്ന പിള്ളേരെ പഠിപ്പിക്കണം, മിടുക്കനാന്ന് പറഞ്ഞ് പഠിപ്പിക്കാതെ ദൈവം നിന്നെ മിടുക്കനാക്കുമെന്ന് പഠിപ്പിക്കണം. മനസ്സിലാകുന്നുണ്ടോ? നിങ്ങളോട് തന്നെ പറയണം, കർത്താവ് എന്നെ സഹായിക്കും, എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം ഞാനൊരു അത്ഭുതം അനുഗ്രഹമായി തീരുമെന്ന് പറയണം. ആമേൻ, ഹല്ലേലൂയ. അപ്പം ഞാൻ അദ്ദേഹത്തോട് ഞങ്ങൾ കുറേ നേരം പറയാൻ ശ്രമിച്ചു, പക്ഷെ അദ്ദേഹത്തിൻ്റെ ആഴത്തിൽ ആ ഒരു ടീച്ചിങ് കിടക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടാണ്. മനസ്സിലാകുന്നുണ്ട്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആവശ്യമില്ലാത്ത ടീച്ചിങ്ങുകൾ നിങ്ങൾ കേൾക്കാൻ പോലും എപ്പോഴും ബൈബിൾ പരിശോധിക്കണം. നമ്മൾ മിടുക്കന്മാരല്ല. ഞാൻ തന്നെ എൻ്റെ വീട്ടിൽ ഇപ്പം എനിക്കിഷ്ടപ്പെട്ട ഒരു എന്താ പറയുന്നത് പല കാര്യങ്ങളുണ്ടായിരുന്നു, പക്ഷെ അതിപ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഞാൻ ഒരു സമയത്ത് നന്നായി കൊണ്ടു നടന്ന പല സാധനങ്ങളും ഇപ്പം അതെല്ലാം വേസ്റ്റ് ബിന്നിൽ കൊണ്ടിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഓർക്കുമായിരുന്നു, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം അത് താഴെ വീണത് പൊട്ടിപ്പോയി. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമായിരുന്നു, ഞാനത് എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു സാധനമായിരുന്നു. പക്ഷേ അത് എന്തായി തീർന്നു? ഇപ്പോൾ അതെനിക്ക് യൂസ്ലെസ് ആയതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് ചെയ്തു? അതിനെ വേസ്റ്റ് ബിന്നിലിട്ടു. ഇനി അതിൻ്റെ അകത്തൊന്നും ഞാൻ ഒരിക്കലും എടുത്ത് എന്ത് ചെയ്യത്തില്ല, പഴയ പോലെ അതിനെ ഉപയോഗിക്കത്തില്ല. അത് വേസ്റ്റാണ്. പക്ഷേ യേശു എടുക്കും കേട്ടോ. യേശു രക്ഷകനാണ്. യേശുവിന് നിങ്ങളെ റിപ്പയർ ചെയ്യാൻ കഴിയും. യേശു ഒരിക്കലും നിങ്ങളെ തകർത്ത് തരിപ്പടമാക്കിയിട്ട് പിന്നെയും പണിയത്തില്ല. ബൈബിളൊരു വാക്യമുണ്ട്, അവൻ ചതഞ്ഞ ഓടെ എന്ത് ചെയ്യത്തില്ല. ആ വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ട്, പുകയുന്ന തീയെ എന്ത് ചെയ്യാറില്ല, കെടുത്താറില്ല, ചതഞ്ഞ ഓടെ എന്ത് ചെയ്യാറില്ല. ഓർമ്മയുണ്ടോ ആ വാക്യം? ചതഞ്ഞ ഓടെ എന്ത് ചെയ്യാറില്ല, ആർക്കെങ്കിലും ഉണ്ടോ? ഒരിക്കലും നിങ്ങൾക്ക് വീണ്ടും പ്രതിസന്ധികൾ തന്ന് നിങ്ങളെ തകർത്ത് തരിപ്പടമാക്കിയിട്ട് പിന്നെ ഒടിച്ചിട്ട് പിന്നെ റിപ്പയർ ചെയ്യത്തില്ല. പകരം അപ്പം നമുക്കൊരു ചോദ്യം, അപ്പം ഒരു ചോദ്യം, ബ്രദർ, അങ്ങനെയാണ് ഈ പ്രതിസന്ധി മുഴുവൻ എവിടുന്ന് വന്നു? പ്രതിസന്ധി വരുന്നത് ലോകത്തിൽ നിന്നാണ്. ശ്രദ്ധിച്ചേ,
കാറ്റും കോളും യേശു ഇരിക്കുന്ന പടകിൽ വന്നു. ശ്രദ്ധിച്ചു നോക്കി, യേശു പടകിൽ തലയണ വെച്ച് കിടന്നുറങ്ങുന്ന സമയത്ത് ശിഷ്യന്മാർ ഹല്ലേലൂയ സ്തോത്രമൊക്കെ പാടി നല്ല യാത്രയായിരുന്നു. യേശു ഇരിക്കുന്ന പടക് ഇളക്കുന്ന രീതിയിൽ കാറ്റും കോളും അവിടെ ഉണ്ടായി. യേശു ഇരിക്കെ കാറ്റും കോളും ഉണ്ടായി. യേശു ഇരിക്കെ ഭൂതങ്ങൾ ഇളകി. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ ഈ ലോകത്തിൽ നിന്ന് പല വിഷയങ്ങൾ നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? രക്ഷകന്റെ നാമത്തെ ഉപയോഗിക്കണം. ഇപ്പൊ മനസ്സിലായോ? ഓ, ഇത് ദൈവം തരുന്നതാണ് കേട്ടോ, ദൈവം തരുന്നതെന്ന് പറഞ്ഞിട്ടിരുന്ന പിശാചു പറയും അവിടെ ഇരുന്നോളാൻ പറയും. എപ്പോഴും മനസ്സിലാക്കണം, ദൈവത്തിന്റെ സ്വഭാവം എന്താണ്? ദൈവം പിതാവാണ്. നിങ്ങൾ ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾ നിങ്ങളുടെ മക്കളെ ഒലക്കെടുത്ത് അടിച്ച് തരിപ്പടമാക്കിയിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടിട്ട് പറയുമോ നീ നന്നാകാൻ വേണ്ടിയാണ് ഞാൻ നിന്നെ തല്ലിയെന്ന് പറയുമോ? ഇല്ല. നിങ്ങൾ അങ്ങനെ ചെയ്യത്തില്ലേ? സ്വർഗസ്ഥനായ നല്ല പിതാവ് അങ്ങനെ ചെയ്യുമോ? പറ. ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ ദോഷികളായ അപ്പന്മാരും അമ്മമാരും നല്ല ദാനങ്ങളെ കൊടുക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്ര അധികമെന്ന് യേശു പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴും ദൈവത്തെ കാണേണ്ടത് ദൈവമായി മാത്രമല്ല പിതാവായി കാണണം. മനസ്സിലാകുന്നുണ്ടോ? ഞാൻ നിങ്ങളോട് പലപ്പോഴും പറയാറുണ്ട്, എൻ്റെ അനുഭവങ്ങൾ ഒരിക്കലും ഞാൻ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. ഞാൻ ഉദാഹരണം പറയാം. ഞാൻ യേശു ക്രിസ്തുവിനെ അറിയുന്ന സമയത്ത് വലിയൊരു മരണം, ഒരു ആത്മഹത്യയുടെ വക്കിലൂടെ ഞാൻ കടന്നു പോകുന്ന സമയത്താണ് ഞാൻ യേശുവിനെ അറിഞ്ഞത്. ഞാൻ മനഃപൂർവ്വമായിട്ട് വാഹനം കൊണ്ട് ഇടിപ്പിച്ച് മരിക്കാൻ തക്കവണ്ണം രീതിയിൽ എന്ത് ചെയ്തു, ഒരു ട്രൈ ചെയ്ത സമയത്താണ്. അപ്പം എല്ലാവർക്കും അങ്ങനെ ആയിരിക്കത്തില്ല. ചിലർക്ക് ഏതെങ്കിലും ഒരു വിഷയം വന്നപ്പോഴേക്കും നിങ്ങൾ യേശുവിലേക്ക് വന്നത് എന്നും പറഞ്ഞ് നിങ്ങൾ നാളെ മുതൽ പറയുക ആ വിഷയം വന്നാലേ യേശുവിനെ അറിയത്തുള്ളൂ എന്ന് ഒരിക്കലും പറയരുത്. ഒരു വിഷയം വരാതെ എത്രയോ പേര് യേശുവിനെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയാമോ? അപ്പൊ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, നമുക്കൊരു പ്രശ്നം വരുമ്പോൾ രക്ഷകനായി യേശുവുണ്ട്. എപ്പോഴും ഓർത്തോണം, രക്ഷകനില്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ കഴിയത്തില്ല. നിങ്ങളെ വേസ്റ്റ് കൊട്ടയെന്നാണ് എടുത്തുകൊണ്ട് വന്നേക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആരുടെ സഹായം വേണം? യേശുവിനെ കൂടാതെ ജീവിക്കാൻ കഴിയത്തില്ല പ്രിയരെ. അതുകൊണ്ടാണ് അപ്പോസ്തലന്മാർ എന്ത് ചെയ്തത്? അവർ പറഞ്ഞത് കണ്ടോ, മറ്റൊരുത്തിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ. ഈ വാക്യം മറക്കല്ലേ എത്രയെന്നുള്ളത്, 12ാമത്തെ വാക്യമാണ്. മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമം ഇല്ല. ഇപ്പൊ മനസ്സിലായോ? ഇനി നിങ്ങൾ ഈ വാക്യം ഒന്ന് വായിച്ചു നോക്കിയേ. സൗഖ്യമാക്കുവാൻ കർത്താവ് നിന്റെ കരം നീട്ടുന്നതിനാലും നിന്റെ പരിശുദ്ധ ദാസനായ യേശുവിന്റെ നാമത്തിൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുന്നതിനാൽ. അപ്പൊ എന്തുകൊണ്ടാണ് യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകുന്നത്? യേശു രക്ഷകനാണ്. എന്തുകൊണ്ടാണ് യേശു എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്? ഞാൻ യൂസ്ലെസ് ആയതുകൊണ്ടാ, ഞാൻ തകർന്നവനായതുകൊണ്ടാ. മനസ്സിലാകുന്നുണ്ട്? ഞാൻ ബെസ്റ്റ് ആയതുകൊണ്ടല്ല. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടോ നിങ്ങൾ ബെസ്റ്റാന്ന്? എന്നാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ. പറയണം, കർത്താവേ അങ്ങയുടെ കൃപയാലാണ് ഞാൻ നിൽക്കുന്നത്. പറയണം, അങ്ങനെ പറഞ്ഞ് പഠിക്കണം. അങ്ങനെ പറഞ്ഞ് പഠിക്കുമ്പോൾ എന്നറിയാമോ, ഈ കൂടോത്രക്കാരനൊക്കെ വലിയ വിഷയമല്ലെന്ന് മനസ്സിലാവും. നമുക്ക് എന്നറിയോ, ബ്രദർ എനിക്കെതിരെ ആരൊക്കെയോ കൂടോത്രം ചെയ്തതിനെ നശിപ്പിച്ചിട്ടേക്കുവെന്ന് പറയാൻ കാരണം നിങ്ങൾ വലിയ സംഭവമുണ്ടോ? നിങ്ങൾ വേണം എത്ര കൂടോത്രം വന്നാലും എനിക്കൊരു രക്ഷകനുണ്ട്. ഇങ്ങനെ പറഞ്ഞ് പഠിക്കണം. എനിക്കൊരു ദൈവമുണ്ട്, മരിച്ചവരെ ഉയർപ്പിക്കുന്ന, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുന്ന ഒരു സമാധാനത്തിൻ്റെ പ്രഭു എനിക്കുണ്ട്, ഒരു വീരനായ ദൈവം എനിക്കുണ്ട് എന്ന് പറഞ്ഞു പഠിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ നമുക്കിതിന്ന് കരകയറാൻ കഴിയത്തുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ 2012 മുതൽ കർത്താവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ തുടങ്ങിയ സമയത്ത് ഒത്തിരി വാഗ്വാദങ്ങളുണ്ടായി. പല ആളുകളും ഇതിനെ എതിർക്കുവാൻ തുടങ്ങി, പല ആളുകളും സംശയം പറയാൻ തുടങ്ങി, എന്നാൽ കുറേ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി. അപ്പം അന്ന് ഞാൻ ആശ്രയിക്കുന്നതും സംസാരിക്കുവാൻ ആഗ്രഹിക്കും, ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ? പിന്നെ ഞാനെന്തിനാ വേറെ തപ്പുന്നു പോയി? ബൈബിൾ അങ്ങനെ പറയുന്നു. ഒരു പ്രശ്നം വന്നാൽ അത് ദൈവത്തിൽ നിന്നാണോ അല്ലയോ എന്ന് പരിശോധിക്കണം. അപ്പോൾ മനസ്സിലാകും, ദൈവം ഒരിക്കലും നിങ്ങളെ വെള്ളത്തിൽ പിടിച്ച് മുക്കി കൊല്ലാൻ വേണ്ടി നോക്കത്തില്ല. ദൈവം ഒരിക്കലും നിങ്ങൾക്ക് ആക്സിഡന്റ് തന്ന് തകർക്കാൻ നോക്കത്തില്ല. എപ്പോഴും ഓർത്തോണം, ബൈബിളൊരു വാക്യമുണ്ട്, അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും ആ പിശാച് വരുന്നത്. എന്നാൽ യേശു പറഞ്ഞു, ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാൻ. അപ്പം അറക്കുക, മുടിപ്പിക്കുക, മോഷ്ടിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, ഓ ഇത് ദൈവം തരുന്നതെന്ന് അവരുടെ കൈയടിച്ചുകൊണ്ടിരിക്കാതെ യേശുവിൻ്റെ നാമത്തിൽ ഓട് പിശാച് എന്ന് പറയണം. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രതിസന്ധിയെ നോക്കണം, ഇല്ല ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇതിന്ന് പുറത്ത് വന്നിരിക്കും. കർത്താവിൻ്റെ നാമത്തെ ഉപയോഗിക്കുക. ബ്രദറെ, ഞാൻ പറയുന്നുണ്ട് ബ്രദറെ, എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ നിന്ന് അത് കാണാൻ പറ്റാത്ത രീതിയിൽ എന്തൊക്കെയോ തടസ്സങ്ങളുണ്ട്. തടസ്സങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് ഒരു ബോധ്യം വന്നാൽ ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് എന്നാണെന്നറിയാവോ? ഉടനെ നിങ്ങൾ ചെയ്യേണ്ടത് യേശു ക്രിസ്തുവിനെ പറ്റിയുള്ള അറിവ് വർദ്ധിപ്പിക്കണം. രക്ഷകൻ എന്ന വാക്കിനെ പറ്റി പഠിക്കണം. രക്ഷകൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം ഞാൻ ഉദാഹരണം പറയാം. നമ്മൾ പലപ്പോഴുമൊക്കെ ഒരു പ്രശ്നം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ട്
വലിയൊരു പ്രശ്നം, ഞാൻ നിങ്ങളിപ്പം ഉദാഹരണമായിട്ട് ഇപ്പം ഞാൻ തോമസ് ബ്രദറിന് വലിയൊരു പ്രശ്നം ഉണ്ടാക്കുക, എന്നിട്ട് ഞാൻ തോമസ് ബ്രദറിനെ വന്ന് രക്ഷിക്കുമ്പം യഥാർത്ഥത്തിൽ ഞാൻ രക്ഷകനാണോ അല്ലയോ? നിങ്ങൾ പറ. ഒരു പ്രശ്നം ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തോമസ് ബ്രദറിനെ രക്ഷിച്ചാൽ ഞാൻ രക്ഷകനാണോ? അല്ല 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 ഇനി ഒന്ന് ശ്രദ്ധിച്ചോണം. ഇപ്പൊ ഞാൻ ചോദിക്കാൻ പോണ, അപ്പൊ ഇനി ഒരു കാര്യം ശ്രദ്ധിച്ചോണം. പെട്ടെന്ന് നിങ്ങൾ ഉത്തരം പറയാം. ഞാൻ ഈ ഒറ്റ വാക്കിൽ ഉത്തരം പറയാന്ന് പറഞ്ഞാൽ എനിക്കറിയാം നിങ്ങൾ വലിയ പണ്ഡിതന്മാരെ പോലെ എക്സ്പ്ലെയിൻ ചെയ്യും. അതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാണ്ടെന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞു, ഇപ്പൊ തോമസ് ബ്രദറിനെ ഞാനൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു പ്രശ്നം നിർമ്മിച്ചിട്ട് ഞാൻ തോമസ് ബ്രദറിനെ രക്ഷിക്കാൻ വന്നാൽ ഞാൻ രക്ഷകനല്ല, ഞാനൊരു ബിസിനസ്സുകാരനാണ്. അതായത് ഞാൻ രക്ഷകനാകാൻ ശ്രമിക്കുക, ഞാൻ യഥാർത്ഥത്തിൽ രക്ഷകനല്ല. കാര്യം ഞാൻ തന്നെ ഒരു പ്രശ്നം ഉണ്ടാക്കി, എന്നിട്ട് ഞാൻ തന്നെ എന്ത് ചെയ്യുക? അപ്പോൾ ഒരു ചോദ്യം, ആ പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ പോരെ? അങ്ങനെയെങ്കിൽ യഥാർത്ഥത്തിൽ രക്ഷകൻ എന്ന് പറയുന്ന അർത്ഥം എന്തുമായിരിക്കും? എക്സ്പ്ലെയിൻ ചെയ്യാതെ ഒറ്റ വാക്കി പറയാൻ പറ്റുമോ? എന്തായിരിക്കും രക്ഷകൻ? രക്ഷിക്കുന്നവൻ പ്രശ്നത്തിൽ രക്ഷിക്കുന്ന തക്ക സമയത്ത് സഹായിക്കുന്നു. അത് തന്നെ ഉത്തരം കിട്ടി. പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നയാൾ. ഇപ്പൊ മനസ്സിലായി. പ്രശ്നം തന്നിട്ട് രക്ഷിക്കുന്നവനല്ല, പ്രശ്നങ്ങളിൽ നിന്ന് യേശു പറഞ്ഞു, ലോകത്തിൽ കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിച്ചിരിക്കുന്നു. അപ്പൊ ലോകത്തിൽ എന്തുണ്ട്? കഷ്ടമുണ്ട്. ദൈവത്തിൽ നിന്ന് ജനിക്കുന്നതിന് എന്ത് ചെയ്യുന്നു? ലോകത്തെ ജയിച്ചിരിക്കുന്നു. ലോകത്തെ ജയിച്ച ജയമോ നമ്മുടെ വിശ്വാസം അത്ര. എന്താ നമ്മുടെ വിശ്വാസം? യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്നു, യേശു ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്നവൻ അത്രേ ലോകത്തെ ജയിച്ചവൻ. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ നമുക്ക് ഈ പ്രശ്നം മൊത്തം എവിടുന്നാ വരുന്നത്? ചൊവ്വയിൽ നിന്നാണോ, അതോ ചന്ദ്രനിൽ നിന്നാണോ, അതോ വേറെ ഏതെങ്കിലും ഗ്രഹത്തിൽ നിന്നാണോ? പറ. ലോകത്തിൽ ഈ ലോകത്തിൽ ഈ ഭൂമിയിൽ നിന്നാ. യേശു രക്ഷകനായി വന്നത് ഈ ഭൂമിയിലേക്കാ, ചന്ദ്രനിലേക്കല്ല വന്നത്, ഈ ഭൂമിയിലേക്കാ. എന്തുകൊണ്ടാ? ഈ ലോകത്തിൽ കഷ്ടമുണ്ട്. നമുക്ക് നിത്യജീവനെ അവകാശമാക്കിയെങ്കിൽ, നിത്യരക്ഷ നിങ്ങൾ അനുഭവിച്ചുവെങ്കിൽ ഉറപ്പിച്ച് ഞാൻ പറയാം, നിങ്ങൾക്ക് ഈ ലോകത്തെ ജയിക്കുവാൻ കഴിയും. അപ്പോൾ ഒരിക്കലും ചിന്തിക്കരുത്, ദൈവം, നിങ്ങൾ എപ്പോഴും ചിന്തിച്ചാൽ മതി, ദൈവം ഒരു ട്രബിൾ മേക്കർ അല്ല. ദൈവം നമുക്കൊരു പ്രശ്നം തന്നിട്ട് നിങ്ങളൊന്ന് ചുമ്മാ ചിന്തിച്ചു നോക്കി, ഒരു പ്രശ്നം തന്നിട്ട് ആ പ്രശ്നത്തിൽ നിന്ന് യേശു നിങ്ങളെ വന്ന് രക്ഷിക്കുവാണെങ്കിൽ ഇതിൽ ആരാ പ്രശ്നക്കാരൻ? പിശാചാണോ അതോ മറ്റാരെങ്കിലും ആണോ? ഒന്ന് ചിന്തിച്ചു നോക്കി. നിങ്ങൾ വ്യക്തമായി ബൈബിൾ പഠിക്കണം. ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ ആ പ്രശ്നത്തിന്റെ പിന്നിൽ ഒരു കാരണമുണ്ട്. ബൈബിൾ ഒരു വാക്യമുണ്ട്, കാരണം കൂടാതെ ശാപം വരത്തില്ലെന്ന് പറയുന്നത്. എല്ലാം പഠിച്ചോണം. യേശു രക്ഷകനായി വരാൻ കാരണം മനുഷ്യൻ ഉൽപ്പത്തിയിൽ പാപം ചെയ്തതുകൊണ്ടാണ്. ഈ പാപ നിമിത്തമാണ് ഈ ലോകം ഇങ്ങനെയായി തീർന്നത്. ഇതിൽ നിന്നും നമ്മെ രക്ഷിക്കാനാണ് യേശു വന്നിരിക്കുന്നത്. അപ്പം ഇന്നും നമുക്ക് ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു പ്രശ്നം വരുമ്പോൾ നമുക്കൊരു രക്ഷകനുണ്ട്. ഇപ്പൊ മനസ്സിലായി? അതിനെ ഓവർകം ചെയ്യുവാനാണ് നമുക്ക് അഭിഷേകം, വചനം, കൃപ ഇതെല്ലാം നൽകിയിരിക്കുന്നത്. ഇതൊക്കെ ഉപയോഗിക്കണം നിങ്ങൾ. പക്ഷെ ഇത് ഉപയോഗിക്കാൻ നമുക്കിപ്പോഴും അറിയാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്? ദൈവം തന്നതാണെന്നും പിശാച് തന്നതാണെന്നും ഞാൻ രക്ഷപ്പെടത്തില്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇരിക്കുന്നത്. ഇപ്പൊ പിടികിട്ടിയോ? ഇതിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ഒറ്റ വഴിയുള്ളൂ. നിങ്ങൾ എപ്പോഴും ദൈവം ഒരിക്കലും ചതയുന്ന ഓടയെ ഒടിക്കത്തില്ല. അതായത് ഒരു ചതഞ്ഞ ഓട എടുത്ത് വന്നാൽ നിനക്ക് ഇന്ന് അടുത്തൊരു പ്രശ്നം തരട്ടെ എന്നോട് ഒടിക്കത്തില്ല. പുകയുന്ന തീയെ നമ്മൾ എന്ത് ചെയ്യും? ചവിട്ടി കെടുത്തി കളയും. പക്ഷെ യേശു കെടുത്തത്തില്ല. കാര്യം യേശുവിന് അറിയാം നിങ്ങൾ യൂസ്ലെസ് ആയ വ്യക്തിത്വമാണ്, ബലഹീനന്മാരാണ്. നമ്മളെ സഹായിക്കുന്ന രക്ഷകനാണ് യേശു. ഇപ്പം മനസ്സിലായോ കർത്താവ് ആരാന്നുള്ളത്? അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ ബൈബിൾ വചന ഒരിക്കലും ഞാൻ പറയില്ല, പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ നിങ്ങൾ മിക്സ് ചെയ്ത് പഠിക്കരുത്. അവിടെയാണ് നിങ്ങൾക്ക് പറ്റുന്നൊരു അബദ്ധം. എന്ന് ഞാൻ വീണ്ടും പറയുന്നു, വചനങ്ങൾ എടുത്ത് ദൂരെ കളയാനല്ല ഞാൻ ഈ പറയുന്നത്, ശ്രദ്ധിച്ചോണം. പഴയ നിയമത്തിലെ അവരുടെ പ്രാർത്ഥനകൾ പലപ്പോഴും ദാസന്റെ പ്രാർത്ഥനയും പുതിയ നിയമത്തിലെ മനുഷ്യന്റെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പുത്രന്റെ പ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് അലേ യഹോവേ ഞങ്ങൾ നിങ്ങൾ ദാസനെന്നും പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അബ്ബാ പിതാവേ എന്നും വിളിക്കുന്നത്. വ്യത്യാസം മനസ്സിലാക്കണം. ദാസനും പുത്രനും തമ്മിൽ ഒരിക്കലും ചേരത്തില്ല. ഇന്നാളെ ഞാനൊരു ഉദാഹരണം പറഞ്ഞായിരുന്നല്ലേ, ഇപ്പം ഞാൻ നിങ്ങളുടെ വീട്ടിൽ പറമ്പിൽ കളിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ ആ കുടുംബത്തിലെ ആരുമല്ല. പക്ഷേ പുറത്തുനിന്ന് ഒരാൾ നോക്കിയാൽ ഇനി നിങ്ങളുമായിട്ട് ആ കുടുംബമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു വ്യക്തി അതിലേക്ക് ആറായി പോയി കഴിഞ്ഞാൽ അയാൾ തല പൊക്കി നോക്കുമ്പോൾ ഞാൻ നിങ്ങളുടെ മതിൽക്കെട്ടിൻ്റെ അകത്തുനിന്നുകൊണ്ട് കിളയ്ക്കുന്നുണ്ട്. അപ്പോൾ അയാൾ തെറ്റിദ്ധരിക്കും. തെറ്റിദ്ധരിക്കുന്നത് എന്തുവാ? ഞാൻ ചിലപ്പോൾ ആ വീട്ടിൽ ആരെങ്കിലും ആയിരിക്കും. കാര്യം പറമ്പ് കളയ്ക്കുന്നു, അവിടെ അടുപ്പ് കൂട്ടുന്നു, തീയിടുന്നൊക്കെ ചെയ്യുമ്പോൾ ആൾക്കാർ ഓർക്കുന്നത് എന്തുവാ? ആ വീട്ടിലെ ആരെങ്കിലും ആയിരിക്കും. പക്ഷെ ഞാൻ ആരുമല്ല, ഞാൻ ആ വീട്ടിലെ ദാസനാണ്. എന്നാൽ ആ വീടിൻ്റെ അകത്തൊരു പുത്രനുണ്ട്. ഇപ്പം മനസ്സിലാവും. ഇതാണ് പഴയ നിയമവും പുതിയ നിയമവും.
പഴയ നിയമത്തിൽ ബൈബിൾ പറയുന്നു ദൈവം അവർക്ക് യജമാനനും, പഴയ നിയമത്തിലെ ജനം അവർക്ക് ദാസന്മാരുമാണ്. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു വന്നിട്ട് പറഞ്ഞു, ദാസത്വത്തിൻ്റെ ആത്മാവിനെ അല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രൻ്റെ ആത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നു. അപ്പം ധൈര്യത്തോടെ, അപ്പാ ഞാനൊരു പ്രശ്നത്തിലാണ്, എൻ്റെ രക്ഷകനാണ് യേശു, നമുക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും. എന്നെ രക്ഷിക്കുന്ന ദൈവം, എന്നെ രക്ഷിക്കുന്ന കർത്താവ്. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളായിരിക്കുന്ന പ്രശ്നങ്ങളിൽ നിങ്ങൾ ചിലപ്പോൾ ഒറ്റപ്പെട്ടായിരിക്കും നിൽക്കുന്നത്, സങ്കടം വന്നേക്കാം, പ്രയാസത്തിലായിരിക്കും നിങ്ങൾ. ഒരു മനുഷ്യന് പോലും ഒന്ന് ഉള്ളു തുറന്ന്, എന്നോട് കർത്താവ് ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, ഉള്ളു തുറന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത, മനസ്സിൻ്റെ അകത്ത് കൊണ്ട് നടക്കുന്ന, സ്വന്തം കുടുംബത്തിൽ പോലും സ്വന്തം പാർട്ട്ണറോട് പോലും ഷെയർ ചെയ്യാൻ പോലും കഴിയാതെ ഭാരപ്പെട്ട് നിൽക്കുന്ന 1-2 വ്യക്തികളെ കർത്താവ് സ്പർശിക്കുക. ഞാനത് പേര് വെളിപ്പെടുത്തുവാനല്ല, എൻ്റെ ഉള്ളിൽ കർത്താവ് എം എന്ന പേരിൻ്റെ ആരംഭത്തിൽ തുടങ്ങുന്ന ഒരു സഹോദരി വളരെ ഭാരപ്പെട്ട് സ്വന്തം കുടുംബത്തിൽ പോലും തുറന്നു പറയാൻ കഴിയാതെ കൊണ്ടു നടക്കുക. സഹോദരി കർത്താവിനോട് പറയുന്നു, ആ ഭാരം ഒന്ന് ഇറക്കി വെക്കുക. നമ്മുടെ കൂടെ നമ്മൾ പൊട്ടിത്തകർന്ന് കുപ്പിച്ചില്ലാന്നേ, ഇതിൻ്റെ അകത്തുനിന്നും ഇനി അതിൻ്റെ അകത്തുനിന്നും ഒരു ചായ കുടിക്കാൻ കഴിയത്തില്ലാത്ത യൂസ്ലെസ് ആയി കിടക്കുന്ന എന്നെ യേശുവിന് ആവശ്യമുണ്ട്. യേശുവിന് നമ്മളെ ആവശ്യമുണ്ട്. കർത്താവിന് എന്നെ സഹായിക്കാൻ പറ്റും, കർത്താവിന് എന്നെ ജയിപ്പിക്കാൻ പറ്റും, കർത്താവിന് എന്നെ സൗഖ്യമാക്കുവാൻ പറ്റും. ഈ നിമിഷം എല്ലാവരും അങ്ങനെ പറഞ്ഞു, എനിക്കൊരു രക്ഷകനുണ്ട്, എനിക്കൊരു ദൈവമുണ്ട്, എന്നെ കൈവിടാത്തവൻ, എന്നെ മാനിക്കുന്നവൻ, എന്നെ ഉയർത്തുന്നവൻ, എന്നെ സഹായിക്കുന്നവൻ, എൻ്റെ തകർച്ചയിൽ എൻ്റെ കൂടെ വന്നിരിക്കുന്ന ആളല്ല, എൻ്റെ തകർച്ചയിൽ നിന്നും എന്നെ രക്ഷിക്കുന്ന എൻ്റെ രക്ഷകനാണ്. എൻ്റെ ദൈവം, എൻ്റെ രക്ഷകൻ, എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്. എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നേ. ഇന്ന് നിങ്ങളുടെ ഭവനത്തിൽ നിങ്ങളായിരിക്കുന്ന പ്രതിസന്ധികളിൽ നമുക്കറിയാം, ഈ ലോകത്തിൽ എല്ലാവർക്കും കരയാൻ പറ്റുമെന്നേ, ലോകത്തിൽ എല്ലാവർക്കും കരയാൻ പറ്റും. യേശു നമ്മളെ കരയിപ്പിക്കാൻ വന്ന ആളല്ല. സന്തോഷിപ്പിൻ, സന്തോഷിപ്പിൻ, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കണം. ഈ പ്രതിസന്ധി നീങ്ങും കേട്ടോ. നിങ്ങളെ കൊണ്ട് തന്നെ കർത്താവ് അത് നീക്കി മാറ്റിയിരിക്കും. നിങ്ങളെ കൊണ്ട് തന്നെ കർത്താവ് അത് മാറ്റും. നമ്മൾ ഈ കഷ്ടതയും ദുരിതവും പിടിച്ചുകൊണ്ടിരിക്കരുത്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് ഇങ്ങനെ കൊടുക്കുന്നവരാണെങ്കിൽ ഉറപ്പിച്ചോ, നിങ്ങൾക്കും അത് കിട്ടിയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ മക്കളെ തകർത്ത് തരിപ്പടമാക്കിയിട്ട് അവരെ സ്നേഹിക്കുന്ന ഒരു അപ്പനാണെങ്കിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്തോ മാനസിക കുഴപ്പമുണ്ട്, എന്തോ മാനസിക ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ട്. നിങ്ങൾ മക്കളെ തകർത്തിട്ടാണ്. ബാലശിക്ഷ ബൈബിളിലുണ്ട്. പക്ഷെ തകർത്ത് തരിപ്പടമാക്കിയിട്ട് ഒരിക്കലും ദൈവം നിങ്ങളെ സ്നേഹിക്കുന്ന ആളല്ല. പിതാവ് നിങ്ങളെ അങ്ങനെ സ്നേഹിക്കേണ്ട ഒരു ഗതികേട് ദൈവത്തിനില്ല. അങ്ങനെ ഒരു ഗതികേട് ദൈവത്തിനുണ്ടായിരുന്നെങ്കിൽ യേശുവിനെ അയക്കത്തില്ല. യേശുവിനെ അയച്ചതിൻ്റെ കാരണം പഴയ നിയമത്തിൽ തന്നെ പറയുന്നുണ്ട്, മിസ്രൈമിലെ എൻ്റെ ജനത്തിൻ്റെ ഊഴിക വിചാരകന്മാർ നിമിത്തമുള്ള കഷ്ടത ഞാൻ കേട്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു, അവരെ വിടിവിപ്പാൻ ഞാൻ ഇറങ്ങി വന്നുവെങ്കിൽ. പുതിയ നിയമത്തിൽ നിങ്ങളെ രക്ഷിക്കുവാൻ യേശു സാക്ഷാൽ രക്ഷകൻ ഇറങ്ങി വന്നു. യേശു ഉള്ള മക്കളാണ് നിങ്ങൾ, യേശുവിനെ വിളിക്കുന്ന മക്കളാണ് നിങ്ങൾ. തകർന്നു പോകുവാൻ യേശു സമ്മതിക്കത്തില്ല. എൻ്റെ കൂടെ ഒന്ന് പറയണേ, ഞാൻ തകർന്നു പോകുവാൻ എൻ്റെ യേശു സമ്മതിക്കത്തില്ല. അങ്ങനെ തന്നെ 1-2 മിനിറ്റുകളെന്ന് പറഞ്ഞ്, ഞാൻ തകർന്നു പോകുവാൻ എൻ്റെ യേശു സമ്മതിക്കത്തില്ല, ഞാൻ തകർന്നു പോകുവാൻ എൻ്റെ യേശു സമ്മതിക്കത്തില്ല, ഞാൻ നശിച്ചു പോകുവാൻ എൻ്റെ യേശു സമ്മതിക്കത്തില്ല. ഞാൻ തകർന്നു പോകുവാൻ, ഞാൻ കരഞ്ഞ് 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 തീരുവാൻ, ഞാൻ മനുഷ്യന്റെ മുമ്പിൽ ഒരു ലജ്ജയായി തീരുവാൻ, ഞാൻ മനുഷ്യന്റെ മുമ്പിൽ തലകുനിക്കുന്നവനായി പോകുവാൻ എൻ്റെ യേശു സമ്മതിക്കത്തില്ല. അങ്ങനെ തന്നെ പറയാം, എൻ്റെ യേശു സമ്മതിക്കത്തില്ല. യേശു സമ്മതിക്കുന്നയാളല്ല. നടുക്കടലിൽ എന്നെ മുക്കിക്കൊല്ലുന്നവനല്ല, തകർച്ചയിൽ എന്നെ വിട്ടേച്ചു പോകുന്നവനല്ല. എൻ്റെ രക്ഷകനാണ്, എന്നെ സഹായകനാണ്, എൻ്റെ രക്ഷകനാണ്, എൻ്റെ ഇമ്മാനുവലാണ്. യേശുവേ നന്ദി കർത്താവ്. എല്ലാവരും പ്രാർത്ഥിച്ചു. ഇത് നിങ്ങളുടെ ബലമാകട്ടോ. ഇതാണ് പത്രോസ്ലീഹ പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമമില്ല കേട്ടോ, വേറൊരു നാമമില്ല. യേശുവല്ലാതെ മറ്റൊരു രക്ഷകൻ നമുക്കില്ല കേട്ടോ, ഇനി വരത്തുമില്ല. യേശുവിനേക്കാൾ വലിയ രക്ഷകനില്ല. അവൻ രക്ഷകനാണ്, രക്ഷപ്പെടുത്തുന്നവനാണ്. ഞാൻ വീണ്ടും പറയുന്ന, ഒരു പ്രശ്നം തന്നിട്ട് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന ദൈവം രക്ഷകനല്ല. അങ്ങനെ ഒരു രക്ഷകനല്ല ബൈബിൾ നമുക്കുള്ളത്. നമ്മുടെ പ്രതികൂലത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്ന ദൈവമാണ്, നമ്മുടെ പ്രതിസന്ധിയിൽ നിന്നും നമ്മെ രക്ഷിക്കുന്ന ദൈവമാണ്. യേശു രാജാവാണ്, അവൻ ഭരിക്കുന്നവനാണ്. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കും. ഈ സമയത്ത് രോഗത്താൽ ഭാരപ്പെടുന്നവർ സൗഖ്യത്തെ സ്വീകരിക്കുവാൻ നിങ്ങളെ തന്നെ ഒരുക്കിയാട്ടെ. പല പല കൺസെപ്റ്റുകളും നമ്മൾ കേട്ടേക്കാം. ഞാൻ പറഞ്ഞല്ലേ, നിങ്ങൾ പല ഉപദേശങ്ങളും കേട്ടേക്കാം. ബൈബിൾ ഒന്ന് നോക്കുക. ബൈബിളിൽ നോക്കിയിട്ട് ആ പിതാവിൻ്റെ മനസ്സിലൂടെ നിങ്ങളെ നോക്കിക്കേ. നിങ്ങൾ നോക്കുക, നിങ്ങളൊരു നല്ല പിതാവിൻ്റെ മനസ്സിലൂടെ നിങ്ങളെ കാണുന്നൊരു ദൈവം ഒരിക്കലും
ഒരു എന്താ പറയുന്നത്, നിങ്ങളെ തകർക്കുന്ന വ്യക്തിയല്ല. രോഗമുള്ള ഭാഗത്തോട്ട് കൈവച്ച് യേശുവെ ആ വേദനകൾ നിങ്ങളെ വിട്ടുമാറും. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ തിരുമുറിവ് അറിഞ്ഞോ, നിങ്ങൾക്ക് രോഗിയായിരിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ തന്നെ ഒന്ന് പറഞ്ഞു, എനിക്കിനി രോഗിയായി, ഞാനിത് അറിഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ രോഗിയായി തീർന്നേനെ. പക്ഷേ ഇത് അറിഞ്ഞിട്ട് യേശു എന്നെ, ദൈവം എന്നെ അറിയിച്ചിട്ട് എനിക്കിനി രോഗിയായിരിക്കുവാൻ കഴിയത്തില്ല. അങ്ങനെ തന്നെ പറ, എനിക്കിനി രോഗിയായിരിക്കുവാൻ കഴിയത്തില്ല. യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചു എന്ന് ഞാൻ അറിഞ്ഞു. ആ ശരീരത്തോട് പറ. പലപ്പോഴും നമ്മൾ തന്നെ പറഞ്ഞു ഞാൻ രോഗിയെ, വയസ്സായി, ഇനിയിപ്പോൾ എല്ലാ രോഗവും വരും എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചു വരുത്തുക. എല്ലാ രോഗത്തെയും, ആ സൗഖ്യത്തെ ഒന്ന് വിളിച്ചു വരുത്തേക്ക്. യേശുവേ, അങ്ങയുടെ തിരുമുറിവിൽ എനിക്ക് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി പോകും. നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്. നമ്മൾ ഇന്നലെ കേട്ടല്ലോ, ആരോഗ്യം ദൈവത്തിൻ്റെ നമുക്ക് വേണ്ടി ദൈവം വെച്ചിട്ടുള്ള പ്ലാനാണ്. ഡിവൈൻ ഹെൽത്ത്, ലോങ് ലൈഫ്, ഇതൊക്കെ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുള്ളത്. പെടുമരണങ്ങൾ ദൈവത്തിൽ നിന്നുള്ളതല്ല. അനർത്ഥം നിനക്ക് ഭവിക്കത്തില്ല. ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. പിശാചന്റെ വീട്ടിൽ കൊടുന്ന് തകർക്കുക എന്നൊക്കെ പറഞ്ഞ് ശീലിച്ചവരൊക്കെ ആ ദൈവത്തോട് ക്ഷമ ചോദിക്കുക. അങ്ങനെ പറഞ്ഞത് ചിലർ പറയാറുണ്ട്, ഒന്നെ ചെയ്യാൻ ബ്രദർ, എൻ്റെ വീട്ടിൽ മൊത്തം പിശാചുകൾ കടന്ന് ഇങ്ങനെ കറങ്ങുക. ക്ഷമ ചോദിക്കുക ദൈവത്തോട്. അങ്ങനെ പറഞ്ഞതിന് ക്ഷമിക്കേണ്ട. അപ്പോൾ ഒരു ബാധയും എൻ്റെ കൂടാരത്തിൽ അടുക്കത്തില്ലെന്ന് ദൈവം പറഞ്ഞത് ഏറ്റുപറ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പിതാവേ. ഞങ്ങൾ ഒരുമിച്ചെന്ന് പ്രാർത്ഥിക്കുന്നപ്പ, കർത്താവിൻ്റെ വലിയ മഹത്വം എന്ന് വെളിപ്പെടുന്നല്ല. എല്ലാവരും പ്രാർത്ഥിച്ച് നിങ്ങളുടെ ശരീരത്തിൻ്റെ മേലേക്ക് ആ ദൈവപ്രവൃത്തി നിറയുക. നിങ്ങളുടെ ശരീരം ഇപ്പോൾ ഫ്രീ ആകുക. കണ്ണടച്ച് എന്നിട്ട് ആ സൗഖ്യവും ആ ഒരു നിങ്ങളുടെ മൈൻഡ് ഇപ്പോൾ ഫ്രീ ആവുക. നിങ്ങളുടെ ശരീരത്തിലേക്ക് ആ ഒരു ദിവ്യ സമാധാനം ഇറങ്ങുക. ഈ വചനം നിങ്ങളുടെ ശരീരത്തിലേക്ക് പകരുകയാണ്. നിങ്ങളുടെ വേദനകൾ ഇപ്പോൾ വിട്ടുമാറുകയാണ്. നിങ്ങളുടെ നൊമ്പരങ്ങൾ വിട്ടുമാറുകയാണ്. നിങ്ങളുടെ മനസ്സും ശരീരവും യേശുവിൻ്റെ സമാധാനത്തിലേക്ക് നിറയുകയാണ്. കർത്താവിൻ്റെ നാമത്തിലേ ഇപ്പോൾ തന്നെ ബ്ലസ് ചെയ്യുന്നപ്പ, കർത്താവിൻ്റെ നാമത്തിൽ നിന്ന് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ, ദിവ്യ സമാധാനം ഉള്ളിൽ നിറയട്ടെ. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നപ്പ. എന്നോട് കർത്താവ് ഒരു വാക്ക് പറയുന്ന, ഒരു വിൽസെൻറ്റിൻ്റെ ഭവനത്തെ ദൈവം സ്പർശിക്കുന്നതായിട്ട് പറയും. വിൽസെൻറ്റിൻ്റെ ഭവനത്തെ ദൈവത്തിൻ്റെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതായിട്ട് എന്നോട് പറയുകയാണ്. വിൽസെൻ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് സ്പർശിക്കുന്നു. കർത്താവെ, ഞങ്ങളിന്ന് അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കുന്നു. ആ ഭവനത്തിൻ്റെ മേൽ കർത്താവിൻ്റെ വലിയൊരു സമാധാനം അയക്കുന്നു. ഇവിടെ ഇങ്ങനൊരു വാക്ക് പറയുക, സ്വസ്ഥമായി കിടന്നുറങ്ങുവാൻ ദൈവം ഇന്ന് സഹായിക്കും. സമാധാനത്തോടെ കിടന്നുറങ്ങുവാൻ ദൈവം നിങ്ങളെ സഹായിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. പിതാവേ, അങ്ങയുടെ വലിയ മഹത്വം, വലിയ കൃപയും ഇന്ന് നിറയുന്നല്ലോ. കർത്താവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച്. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവെ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവേ, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ, മനസ്സിൻ്റെ മേൽ ആ ഒരു സമാധാനം നിറയട്ടെ. ആ ഒരു ദിവ്യ ആരോഗ്യം നിറയട്ടെ. യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. കർത്താവേ, ഞാൻ ഇതിൻ്റെ അകത്ത് കുറേ ആൾക്കാർ സുമ എന്ന് പറയുന്ന പേര് ഞാൻ കണ്ടു. ഈ സുമ എന്ന പേര് തന്നെ ഞാൻ ആ വ്യക്തിയുടെ കുടുംബത്തിൽ സുരേഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുള്ള ആരെങ്കിലും ഉണ്ടോ? സുമ എന്നുള്ള പേര് ഞാൻ കണ്ടു. ഇതിനകത്ത് കുറച്ച് പേര് സുമയുടെ ഭവനത്തിൽ സുരേഷ് എന്ന് പറഞ്ഞ ആരെങ്കിലും ഉള്ള ഓക്കെ, ഇതിനകത്ത് പേരുണ്ടല്ലേ? സുമ, സുരേഷ് എന്നുള്ള ബ്രദറിന്റെ ഹസ്ബൻഡാ സുരേഷ്. ഓക്കെ, ഞാൻ ഇപ്പൊ കണ്ടു സിസ്റ്റർ, ഞാൻ ഇപ്പൊ പേരും കൂടെ കണ്ടു ഇപ്പൊ. ഓക്കെ, ഇന്ന് എന്നോട് കർത്താവ് പറഞ്ഞു, ആ കുടുംബത്തെ കർത്താവിൻ തൊടുവാട്ടോ സിസ്റ്റർ. ഇന്ന് പരിശുദ്ധാത്മാവെന്ന് ആ കുടുംബത്തിന്റെ മേൽ വലിയൊരു സമാധാനത്തെ ദൈവം ചെയ്യുക. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഇന്ന് ബ്ലസ് ചെയ്യുന്നപ്പാ. കർത്താവെ, ഞങ്ങൾ അനുഗ്രഹിച്ചു എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ദൈവത്തിന്റെ വലിയ മഹത്വം ഇന്ന് വെളിപ്പെടുന്നില്ല അപ്പാ. നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് കർത്താവിനോട് പറയാം, നിങ്ങളുടെ അതിരുകളെ ദൈവം വിസ്താരമാക്കുന്ന ആ ഒരു വസ്തുവിൻ്റെ മേലേക്ക് ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ട് കർത്താവിനോട് പറയുക, നാളുകളായിട്ട് നിങ്ങളുടെ മേൽ ഇന്ന് തടസ്സമായി നിന്നതിനെ തമ്പുരാൻ എടുത്തു മാറ്റി. ഇന്ന് കേട്ടതുപോലെ തന്നെ രക്ഷകനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക. അതോടൊപ്പം തന്നെ വീണ്ടും എന്നെ ഈ സുമയെന്ന് പറയുന്ന വ്യക്തിയെ കാണിക്കുകയാണ്. ഈ സുമ എന്ന് പറയുന്ന ഈ വ്യക്തിയല്ല, സുമയെന്ന് പറയുന്ന ഇതേപോലെ തന്നെ വീണ്ടും കർത്താവിനോട് പറയാം. അതുമായിട്ട് ബന്ധപ്പെട്ട് സുഭാഷ് എന്ന് പറയുന്ന ആരെങ്കിലും ഭവനത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ? സുഭാഷ് എന്ന് പറയുന്ന ഇതേപോലെ തന്നെ കർത്താവ് എന്ന് അങ്ങനെ ഒരു കുടുംബത്തെ ദൈവം സ്പർശിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ പറഞ്ഞത് ഒരു മിനിറ്റ്, ഈ സുമ എന്ന് പേരുള്ള ആളുടെ കുടുംബത്തിൽ തന്നെ സുഭാഷ് എന്ന് പേരുള്ള
ഒരു വ്യക്തി ഉള്ളതായിട്ട് എന്നെ കർത്താവ് കാണിക്കുന്നത്. സുമ എന്ന് എന്നെ വീണ്ടും എടുത്ത് കാണിക്കുവാണ്. ആ വ്യക്തി സുമ എന്ന പേര് അവളെ അനിയൻ, ഭർത്താവിന്റെ അനിയൻ സുഭാഷ്. സുമയുടെ അല്ലേ? ഇന്ന് ആ കുടുംബത്തെ ഏൽപ്പിച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ ആ കുടുംബത്തിൽ കർത്താവിൻ്റെ ഒരു മോളെ കർത്താവ് തുടർന്നായിട്ട് എന്താ പറയുന്നത്? യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ മകളുടെ മേലേക്ക് കർത്താവ് ഞങ്ങളുടെ വലിയ പ്രവൃത്തി എന്നിവിടെ ഉണ്ടായി വരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവ് ഇന്ന് നിങ്ങളെ സഹായിക്കുന്ന ദൈവമാണ്. എല്ലാവരും മൈക്ക് മ്യൂട്ട് ചെയ്ത് വിൽസെന്റുമായിട്ട് ബന്ധപ്പെട്ട ആരാ ഉള്ളത്? ആദ്യം ഞാൻ പറഞ്ഞത് താങ്ക് യു ജീസസ്. കർത്താവ് തുടക്കത്തിൽ പറഞ്ഞ വിൽസെന്റ് എന്നുള്ളത് ആ കുടുംബത്തെ കർത്താവ് ഇന്ന് സ്പർശിക്കുകയാണ്. കർത്താവിൻ്റെ ഒരു മിനിറ്റ് ഞാനൊന്ന് എല്ലാവരും മ്യൂട്ട് ചെയ്യുവാണ്. ഒരു മിനിറ്റ് എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യുവാണ്. അല്പനേരം ഒന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു അഭിഷേകത്തിന്റെ സാന്നിധ്യം നമ്മളിലേക്ക് പ്രവേശിക്കുക. എല്ലാവരും ആ പ്രവചനാത്മാവ് നിങ്ങളിലേക്ക് കണക്റ്റ് ആകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പോൾ താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവെ നന്ദി കർത്താവേ. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ കർത്താവ് എന്നെ കാണിക്കുന്നതാണ്. ഈ പത്മ എന്ന് പറഞ്ഞ പേരിൻ്റെ മ്യൂട്ട് ഞാൻ മാറ്റുവാണ്. സഹോദരൻ എന്നെ കേൾക്കണമെന്ന് എനിക്കറിയത്തില്ല. ഈ പത്മ എന്ന പേരുകാരിനെ ഞാൻ കാണുന്നതിൻ്റെ അകത്ത് ഞാനിപ്പോൾ പേര് കണ്ടു. ഇന്ന് ആ വ്യക്തിയോട് കർത്താവ് ഇങ്ങനെ പറയാൻ പറഞ്ഞ ആ കുടുംബത്തിൻ്റെ മേൽ ഒരു ആൺ തലമുറയെ കർത്താവ് കൊടുനാട്ടിനൊരു വാക്ക് പറയുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ വലിയൊരു സമാധാനത്തെ കർത്താവ് ഇന്ന് അയക്കുകയാണ്. ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പ കർത്താവെ അങ്ങ് അത്ഭുതകരമായി തന്നെ വിടിവിക്കുന്നല്ലോ. എന്റെ കുടുംബാണ് ഞാനിപ്പോ പറഞ്ഞത്. ഇപ്പൊ കണ്ടു കേൾക്കുന്നുണ്ട്. ഞാൻ കണ്ടിട്ടാ ഞാൻ ചോദിച്ചതിൻ്റെ അകത്ത് തലമുറയെ കർത്താവ് സ്പർശിക്കും. ഞാനിപ്പോ പേര് കണ്ടു. ഞാനിപ്പോ കണ്ടൊരു പേരിലാണ് ആൺ തലമുറയുള്ള ഒരു പത്മേനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് എന്നെ. സ്തോത്രം. ഞാനിപ്പോ പത്മ കണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ പത്മയുടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയപ്പം പത്മയുടെ ആൺ തലമുറയെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. എന്നോട് തമ്പുരാൻ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞേക്കുന്നത് വരുന്ന 62 ദിവസം അവൻ്റെ ജീവിതത്തിൽ കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്ന ദിവസങ്ങളാണ്. അവന് വേണ്ടി പ്രാർത്ഥിച്ചോണം. അവൻ്റെ ഭാവിയുടെ വാതിലിനെ സ്വർഗം തുറക്കാൻ വേണ്ടി പോവാണ്. യേശുവിൻ്റെ നാമത്തിൽ എന്ന് ബ്ലസ് ചെയ്യുന്നപ്പോ അവൻ്റെ ജീവിതത്തിൻ്റെ മേൽ അതിരുകൾ തുറന്നു വരട്ടെ. ഇപ്പോൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കാം. തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിച്ചോണം, എഴുതി വെച്ചോണം. കർത്താവ് അവൻ്റെ ഭാവിയെ തുറക്കാൻ വേണ്ടി പോവാണ്. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചു. യേശുവെ ആരാധന. ഓ യേശുവെ നന്ദി കർത്താവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവെ നന്ദി കർത്താവേ. യേശുവെ നന്ദി കർത്താവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവ് ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ഭാവിയുടെ തടസ്സങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവേ ദൈവത്തിൻ്റെ വലിയ കൃപ ഇന്ന് ചൊരിയുന്നല്ലോ. ദൈവാത്മാവിൻ്റെ വലിയ മഹത്വം ഇന്ന് ചൊരിയുന്നല്ലോ. അപ്പ താങ്ക് യു ഹോളി. ഞാനൊരു വ്യക്തിയെ ഇങ്ങനെ കാണുകയാണ്. ഈ ലൈറ്റായിട്ടുള്ളൊരു മഞ്ഞ കളറിൽ ഒരു വസ്ത്രം ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു സഹോദരി ഞാൻ കാണുന്നു. ഒരു ചെയറിൽ ഇരുന്നുകൊണ്ടാണ് ഈ പ്രാർത്ഥന കേൾക്കുന്നത്. ഈ ഒരു സമയം ഭവനത്തിൻ്റെ അകത്ത് ഞാനിപ്പോൾ കാണുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ആ സഹോദരി ഇരിക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നേരെ ഇടത് കൈ നേരെ പൊക്കി നോക്കിയാൽ കറക്റ്റ് കാണാൻ പറ്റുന്ന ഒരു ലൈറ്റാണ്. ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റുന്ന ലൈറ്റാണ്. ആ കസേര ഇട്ടിരിക്കുന്നതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ തന്നെ ഒരു ലൈറ്റ് ഇരിപ്പുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ വലതുവശത്ത് തന്നെ ഒരു കസേര കിടപ്പുണ്ട്. അതിൻ്റെ താളിരിക്കുന്നില്ല, വെറുതെ കസേര കിടക്കുവാണ്. ഇപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആ സഹോദരിനെ കർത്താവ് സ്പർശിക്കുകയാണ്. ശരീരത്തിൻ്റെ മേലേക്കും ആ കുടുംബത്തിൻ്റെ മേലേക്കും കർത്താവിൻ്റെ വലിയ പ്രവൃത്തിയെ ദൈവം ഈ നിമിഷം അയക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നു ഇപ്പോൾ ഈ സഹോദരിയെ കർത്താവ് സ്പർശിക്കുകയാണ്. കുടുംബത്തിൻ്റെ അകത്ത് തന്നെ കാണിക്കുന്ന വലിയൊരു കുരുക്കിനെ കർത്താവ് ഇന്ന് പൊട്ടിക്കുക. സിസ്റ്ററാണോ? ഒരു മിനിറ്റ് അടയാളം ശ്രദ്ധിക്കുക. ലെഫ്റ്റ് സൈഡിൽ ഞാൻ കാണുന്നത്, എന്നെ കാണിക്കുന്ന ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ ലൈറ്റ് ഇരിക്കുന്ന റൈറ്റ് സൈഡിൽ ഈ ഒരു ചെയർ ഇരിപ്പുണ്ട്. അടുത്തൊരു കാര്യം ചേക്കണം, ഞാൻ എൻ്റെ അകത്ത് കാണുന്നത് ഏകദേശം ഒരു 7 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു മകൻ ആ ഭവനത്തിൻ്റെ അകത്ത് ഓടി നടക്കുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഈ അടയാളം ശ്രദ്ധിച്ചോണം.
ആ ഒരു മകൻ എൻ്റെ അകത്തോടെ നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട്. ഞാൻ ആ വീടിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു കർത്താവ് എന്നെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു മുറിയിലേക്ക് കൊച്ചു ഓടിക്കയറുന്നതായിട്ട് ഞാൻ കാണുകയാണ്. ഇന്ന് അങ്ങനെ ഈ ശ്രദ്ധിച്ചോണം, ഞാൻ അതിൻ്റെ അകത്ത് കാണുന്ന ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഈ ടേബിളുള്ള ഒരു വീടാണ്. പ്ലാസ്റ്റിക് തടി കൊണ്ടുള്ളതല്ല, പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ടേബിളുള്ള വീടാണ്. ശ്രദ്ധിച്ചോണം, ഈ അടയാളം മുഴുവൻ നിങ്ങൾ കേട്ടോ പറയാവുള്ളൂ. ആ ഒരു വ്യക്തിയെ, കുടുംബത്തെ കർത്താവ് സ്പർശിക്കുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്യുന്നു. സ്വീകരിച്ചോണം. കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ആ ദൈവപ്രവൃത്തി ഇന്ന് വെളിപ്പെടുകയാണ്. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളിന്ന് റിലീസ് ചെയ്യുന്നു. കർത്താവ് സകല ബുദ്ധിമുട്ടുകളും കുടുംബം വിട്ട് ഇറങ്ങിപ്പോട്ടെ. ദിവ്യ സമാധാനം കുടുംബത്തിൽ നിറയട്ടെ. പ്രാർത്ഥിച്ചിന്ന് ബ്ലസ് ചെയ്യുന്നു. യേശുവിൻ്റെ അധികാരമുള്ള അത് സ്വീകരിച്ചോണം. കർത്താവ് ഇന്ന് അവിടെ തൊട്ടിരിക്കും. നിങ്ങൾ മ്യൂട്ട് മാറ്റണ്ട. എല്ലാവരും മ്യൂട്ട് മാറ്റണ്ട. ടോംസ് വരെ മ്യൂട്ട് ചെയ്ത്, ഓൾ മ്യൂട്ട് ചെയ്ത് എല്ലാവരും. ഭവനത്തിലെ കെട്ടുകൾ അഴിയട്ടെ, കെട്ടുകൾ അഴി ഞാൻ പറയുന്നത് നിങ്ങളുടെ ഭവനവുമായിട്ട് അടയാളങ്ങൾ ഞാൻ പറഞ്ഞില്ല. നിങ്ങൾ ചാടി കയറി നിങ്ങൾ മറുപടി പറയാൻ നിൽക്കില്ല. അടുത്തത് കേൾക്കുന്നത് വരെ നിങ്ങളെ ഇന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് യേശുവിൻ്റെ നാമത്തിൽ വീണ്ടും പ്രാർത്ഥിക്കുക. ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ, നിങ്ങൾക്ക് വെറുതെ ഇരിക്കാൻ കഴിയത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങൾ സൗഖ്യമായിരിക്കുന്നു. നിങ്ങളുടെ ബോഡിയിലൂടെ പറയണം, യേശു രക്ഷകനാണ്. എന്നെ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ യേശു വന്നിരിക്കുന്നു. യേശു എന്നെ കണ്ടിരിക്കുന്നു. എനിക്കൊരു യേശു കർത്താവ് ഉണ്ടെന്ന് പറ. ധൈര്യത്തോടെ പറ. നമ്മൾ രോഗിയാകുന്നത് യേശുവിന് സന്തോഷമില്ലെന്നേ. മെഡിക്കൽ റിപ്പോർട്ടുമായിട്ട് ഞാൻ കരയുന്നത് കണ്ടിട്ട് എൻ്റെ കൂടെ വന്ന്, നമ്മൾ പലപ്പോഴും പഠിച്ചിരിക്കുന്നത് എനിക്കൊരു പ്രശ്നം വരുമ്പോൾ യേശു എൻ്റെ കൂടെ വന്ന് കരയുമെന്ന തെറ്റിദ്ധാരണയാണ്. യേശു രക്ഷകനാണ്. യേശു ഒരിക്കലും നിങ്ങളുടെ കൂടെ വന്നിരുന്ന് കരയത്തില്ല. യേശു നിങ്ങളുടെ കൂടെ വന്നിരുന്നൊരു പ്രശ്നം വരുമ്പോൾ കൂടെ വന്ന് തോളെ കൈയിട്ടുകൊണ്ട് സാരമില്ലെന്ന് പറയുന്ന ആളല്ല, രക്ഷകനാണ്. നിങ്ങൾ രക്ഷിക്കുന്ന ഏക രക്ഷകനാണ് യേശു. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ച് ഇന്ന് ചില ഭവനങ്ങളെ കർത്താവ് ഇന്ന് സ്പർശിക്കുക. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രാർത്ഥിക്കുന്നപ്പ പരിശുദ്ധാത്മാവേ, ഞാനൊരു ഭവനത്തെ ഇങ്ങനെ കാണിക്കുക. കർത്താവ് എന്നെ കാണിക്കുന്ന ആ ഭവനത്തിൻ്റെ അകത്തോട്ട് ഇന്ന് വരുന്ന സമയത്ത് തന്നെ ഇന്ന് ചില ഭവനങ്ങളെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നതോടൊപ്പം ഞാൻ കയറി വരുമ്പോൾ തന്നെ ഞാനൊരു പ്രായമുള്ളൊരു അമ്മച്ചിയുടെ ഫോട്ടോ വെച്ചിരിക്കുന്ന ഒരു വീടാണ് കാണുന്നത്. ആ ഫോട്ടോയിൽ തന്നെ ഇങ്ങനെ കാണുന്നു, മറിയം എന്നാണ് അമ്മച്ചിയുടെ പേര്. ഞാൻ ആ ഫോട്ടോയെ നോക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് പരിശുദ്ധാത്മാവ് പറയുന്നത്, മറിയത്തിൻ്റെ മരിച്ചുപോയ പഴയ അമ്മച്ചിയുടെ ഒരു ഫോട്ടോ ഇരിക്കുന്ന ഒരു വീടിനെ കർത്താവ് എന്നെ കാണിക്കുന്നു. ആ ഒരു ഭവനത്തിൻ്റെ മേൽ കർത്താവ് എന്നെ വ്യക്തമായി സംസാരിക്കുന്നു. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇന്ന് ദൈവം ചെയ്യാൻ വേണ്ടി പോവാണ്. ഇന്ന് യേശുവിൻ്റെ നാമത്തിൽ ആ ഒരു ഫോട്ടോയിൽ എന്നെ കാണിക്കുന്ന മറിയോ എന്നാണ്. ആ ഒരു കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട്, ആ കുടുംബത്തിലുള്ളതാണ്, എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ മ്യൂട്ട് മാറ്റല്ലേ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. കർത്താവ്, ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തെ കർത്താവ് സ്പർശിക്കുകയാണ്. ആ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ കർത്താവ് കാണിക്കുന്ന സുഭാഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ദൈവം ആ ഭവനത്തിലേക്ക് അയക്കും. നിങ്ങളുമായിട്ട് പരിചയമുള്ളൊരു വ്യക്തിയാണ്. ആ വ്യക്തിയെ കർത്താവ് ഈ പറഞ്ഞ അടയാളവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. ശ്രദ്ധിച്ചോണം. കർത്താവ് ഞങ്ങളിന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞാൻ അതോടൊപ്പം തന്നെ എന്നെ ഒരു വീട്ടുപേര് കർത്താവിൻ്റെ പറയുക, പുളിക്കൽ എന്ന് പറയുന്ന, പുളിക്കൽ എന്ന് പേരുള്ള അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പേരുള്ള ഒരു വീട്ടുപേര് കർത്താവ് എന്നെ കാണിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ ഭവനത്തെ കർത്താവ് സ്പർശിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ കർത്താവ് ഞങ്ങളുടെ അത്ഭുതകരമായ പ്രവൃത്തികളെ അങ്ങ് ചെയ്യുന്നതിന് നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവ് നിങ്ങളെ തൊട്ടിരിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ രോഗത്താൽ ഭാരപ്പെടുന്നവർ, നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. ഞാൻ ഉറപ്പിച്ചു, നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. പലരും ചോദിക്കും, ബ്രദർ എൻ്റെ രോഗം മാറുമോ? നിങ്ങളുടെ രോഗം മാറും എന്നതിന് തെളിവാണ് യേശു ക്രൂശിൽ മരിച്ചത്. യേശു വന്നത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? യേശു മുറിവേട്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? യേശു ഉയർത്തെന്ന് വിശ്വസിക്കുന്നുണ്ടോ? അങ്ങനെയെങ്കിൽ നിങ്ങൾ ഇതും വിശ്വസിച്ചേ പറ്റത്തുള്ളൂ. എൻ്റെ രോഗത്തിൽ നിന്നും എന്നെ രക്ഷിക്കുവാനും സൗഖ്യമാക്കുവാനാണ് യേശു വന്നിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും യേശുവിനെ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. കർത്താവ് ഉണ്ട് കേട്ടോ. അല്ല, കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തു കഴിഞ്ഞു.
ആമേൻ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യമോ ഒരേ ആലോചന ഒരാൾ പറഞ്ഞതിന് ശേഷം വീണ്ടും വീണ്ടും നിങ്ങൾ റിപ്പീറ്റ് ചെയ്യേണ്ട, അത് എൻ്റെ കാര്യം, ഒരേ ആലോചന ഒരേപോലെ ചിലപ്പം പല ആൾക്കാർക്ക് വെളിപ്പെട്ടെന്നിരിക്കും. അപ്പോൾ നിങ്ങൾ വീണ്ടും വീണ്ടും എടുത്ത് പറയണമെന്നില്ല. ഒരാൾ പറഞ്ഞതിന് ശേഷം നിങ്ങളത് ഏറ്റെടുത്താൽ മതി. ഈ സമയത്ത് അതിന് ശേഷം ഒരു പ്രാർത്ഥനാ വിഷയം പറയരുത്. ഞാൻ എപ്പോഴും പറയുന്നതാണ്, പ്രാർത്ഥനാ വിഷയങ്ങൾ വാട്സാപ്പിലേക്ക് അയക്കുക. അതാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഈ സമയം സാക്ഷ്യങ്ങളോ ദൈവിക ആലോചനകൾ ഇടപെട്ടവരോ ഒരു പ്രവചന ആലോചന ഇടപെട്ടവരോ സാക്ഷ്യങ്ങളുള്ളവരോ പറയാനുള്ള സമയമാണ്. കഴിഞ്ഞ ദിവസമൊക്കെ ഒത്തിരി ആൾക്കാർ പറഞ്ഞു 1 മാസമോ 2 മാസമോളം സാക്ഷ്യം പറയാൻ വേണ്ടി ഒരു വെയിറ്റ് ചെയ്തു, അവസരം കിട്ടാതെ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, നമുക്ക് നമ്മുടെ ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെ വർണ്ണിക്കണം നമ്മൾ. അപ്പോൾ അതിനുള്ള അവസരം നിങ്ങൾ എന്ത് ചെയ്യരുത്, പാഴാക്കരുത്. ഈ സമയത്ത് ആർക്കെങ്കിലും ഒരു സാക്ഷ്യം പറയാനുണ്ടെങ്കിൽ പറയാനുള്ള സമയമാണ്. ഉള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഒരു മിനിറ്റ് എല്ലാവരും പ്രത്യേക ശ്രദ്ധയ്ക്ക്, എല്ലാവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. ഹലോ ഹലോ എല്ലാവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്. ദയവ് ചെയ്ത് സാക്ഷ്യം പറയുന്നവർ ആരെങ്കിലും ഒരാൾ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ളവർ ആവേശം മൂത്ത് ദയവ് ചെയ്ത് ഇടയിൽ കയറി പറയരുത്. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ എല്ലാവരും മ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ നമ്മളുടെ സമയം നഷ്ടപ്പെട്ടു പോകും, അവസരവും പോകും. ഒരു മിനിറ്റ്. ടോംസ് ബർ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരുമിച്ച് എന്ത് ചെയ്യുക, മ്യൂട്ട് മാറ്റല്. കാര്യം അവർ നിങ്ങളെ ഹോസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇത്രയും ആൾക്കാർ, നമുക്ക് ഇത്രയും 100-500 മോൾ ആൾക്കാർ ഇതിനകത്ത് ലൈവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും പേരെ നോക്കിയാണ് ഈ സൗണ്ട് മ്യൂട്ട് മാറ്റുന്നവർ എല്ലാം. അവർ നോക്കി അവർക്ക് ഓരോരുത്തരെ വെച്ചാണ് അവർ മ്യൂട്ട് ചെയ്യുന്നത്. വളരെ ബുദ്ധിമുട്ടാണ്. ഞാൻ ആദ്യം ചെയ്തുകൊണ്ടിരുന്നതാണ്, ഇപ്പോൾ എൻ്റെ കൈ നിൽക്കാത്തതുകൊണ്ടാണ്, രണ്ടും കൂടെ പറ്റാത്തതാണ് ഞാൻ ഹോസ്റ്റ് ചെയ്തേക്കുന്നത്. മൊത്ത ആൾക്കാരെ മ്യൂട്ട് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ ഓരോരുത്തരെ മ്യൂട്ട് ചെയ്യുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരാൾ സംസാരിക്കുമ്പോൾ കഴിവതും നിങ്ങൾ എന്ത് ചെയ്യുക, ഒരാൾ സംസാരിച്ച് തുടങ്ങുമ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് മ്യൂട്ട് ചെയ്യുക. നിങ്ങൾക്ക് അവസരമുണ്ട്. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. പറഞ്ഞാട്ടെ, ഉള്ളവർ പറഞ്ഞാട്ടെ. എനിക്കൊരു എനിക്ക് 2-3 മാസമായി ഞാനിങ്ങനെ വീണ് എന്റെ കൈക്ക് നല്ലൊരു നീരുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ഡ്യൂട്ടിക്ക് വന്ന വഴി ആ നീര് എന്റെ കയ്യിൽ ഇങ്ങനെ ഇരിക്കെ ചെയ്തതിനെ ഞാൻ ആ കയ്യെ തൊട്ടുകൊണ്ട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞാൻ എന്റെ കർത്താവിന്റെ മകളാ, ഞാൻ എന്തിനീ 3-4 മാസമായിട്ട് ഈ വേദന ഈ നീരുമായിട്ട് ഇങ്ങനെ സഹിച്ചു പോകുന്നു, എനിക്ക് അടിപ്പിണരാൽ സൗഖ്യം തരണേന്ന് ഇങ്ങനെ വന്ന വഴിയിലെല്ലാം ഈ കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ വീട്ടിൽ വന്നപ്പോഴത്തേനെ എനിക്ക് ഒരു ചെറിയ വേദനയുള്ളൂ, പക്ഷെ ആ നീരെല്ലാം പരിപൂർണമായിട്ട് മാറി. എന്റെ യേശുവിന് എനിക്ക് സൗഖ്യം തന്നു. എനിക്ക് മറ്റേ ഒന്നും എടുക്കത്തില്ല. ഒരു മിനിറ്റ് സിസ്റ്റർ, ഒരു സെക്കൻഡ് സിസ്റ്ററെ, ഒന്നും കൂടെ ഒന്ന് ജസ്റ്റ് അവസാനം പറഞ്ഞ സിസ്റ്ററെ. ബ്രദറെ, എനിക്ക് ആ കൈ കൊണ്ട് എടുക്കത്തില്ലായിരുന്നു. ഞാനിങ്ങനെ വന്ന വഴിയിലെല്ലാം ഡ്യൂട്ടിക്ക് പോയിട്ട് വന്ന വഴി ഇപ്പൊ കിട്ടിയ ഒരു ജോലിയാ, വന്ന വഴിയിലെല്ലാം കൈവച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, എന്റെ യേശുപ്പച്ചാ, ഞാൻ അങ്ങയുടെ മകളാ, എനിക്കും സൗഖ്യത്തിന് അധികാരമുണ്ട്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് വന്നു. പക്ഷെ ആ നീര് പരിപൂർണമായിട്ട് മാറി. ഒരു കുഞ്ഞു വേദനയുള്ളൂ, നല്ല വേദനയായിരുന്നു. അതും എന്റെ യേശുപ്പച്ചൻ പരിപൂർണമായിട്ട് ഈ രാത്രിയിൽ മാറ്റിത്തരും. ആമേൻ. അത് വലിയൊരു സാക്ഷ്യം തന്നെ സിസ്റ്റർ പറഞ്ഞത്. 3 മാസമായിട്ട് വീഴ്ച നിമിത്തം കയ്യിൽ നീരും അസഹ്യമായ വേദന, ഒരു സാധനം പോലും എടുക്കാൻ പറ്റാത്ത വേദനയായിരുന്നു. പക്ഷേ സിസ്റ്റർ പ്രാർത്ഥിച്ച്, കർത്താവേ, ഞാൻ സൗഖ്യത്തിന് അവകാശിയാണ്, അധികാരമുള്ള ആളാണ്, അങ്ങനെ വിശ്വസിച്ച് കരം വെച്ച് പ്രാർത്ഥിച്ച നീരപ്പം തന്നെ, എന്ന് വെച്ചാൽ നീരൊക്കെ പെട്ടെന്ന് വറ്റിപ്പോകുന്നതല്ല, ആ നീരപ്പം തന്നെ വറ്റിപ്പോയി ഒരു തരി വേദനയുള്ള അത് ഇപ്പൊ തന്നെ അത് ക്യാൻസൽ ചെയ്യുന്നു. യേശു അങ്ങ് കൊടുത്ത സൗഖ്യത്തിന് നന്ദി, അത്ഭുതത്തിന് നന്ദി, യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ബ്രദറെ, ഞാൻ എന്റെ അച്ഛന്റെ ഒരു കാര്യം പറയണ്ട. അച്ഛന് പിന്നെ യേശുപ്പനെ ആദ്യം ഇതുപോലെ ഹാർട്ടിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അന്ന് ഓപ്പറേഷൻ വേണോന്ന് പറഞ്ഞായിരുന്നു. അവര് ക്ഷേത്രങ്ങളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നവരാ. ഞാൻ പറഞ്ഞ അച്ഛൻ എന്തായാലും ചർച്ചിൽ ഒന്ന് വാന്ന് പറഞ്ഞ് അന്ന് അച്ഛൻ ചർച്ചിൽ വന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചു. അച്ഛൻ ആ ഓപ്പറേഷൻ മാറ്റി. ഓപ്പറേഷൻ വേണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ്. അത് കഴിഞ്ഞ് വീണ്ടും ഇവര് അമ്പലങ്ങളിൽ പോയി തുടങ്ങി. എന്നിപ്പോ കഴിഞ്ഞ ദിവസം ഇതുപോലെ രാവിലെ എന്നെ വിളിച്ചു പറഞ്ഞു, മോളെ, എനിക്ക് നടുവേദന സഹിക്കാൻ പറ്റുന്നില്ല, വേദന കൊണ്ട് എഴുന്നേറ്റ് നടക്കാൻ പോലും പറ്റുന്നില്ല, എനിക്ക് പുത്തൂര് വരെ പോകണമെന്നും പറഞ്ഞ് ഞാനങ്ങനെ ഫോണിൽ കൂടെ വിളിച്ച് അച്ഛനെ പ്രാർത്ഥിച്ച് ഞാൻ കുറെ കഴിഞ്ഞ് ഒരു 1-1.5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വിളിച്ചു ചോദിച്ചാൽ പറഞ്ഞ് കുറച്ച് ഭേദമുണ്ട്, എങ്കിലും വേദന ഉണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇന്ന് രാവിലെ വീണ്ടും ഇതുപോലെ വേദന എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, അച്ഛൻ ഒരു കാര്യം ചെയ്യ്, അച്ഛൻ പറയണം യേശുവിന്റെ മുറിവ് എന്റെ ആരോഗ്യം എന്ന് അച്ഛൻ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പറഞ്ഞു. എപ്പോഴും അച്ഛന്റെ ഹൃദയത്തിൽ അങ്ങനെ വന്നുകൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ ഇന്ന് വൈകുന്നേരത്ത് വിളിച്ചപ്പോൾ എന്റെ വേദന മാറി എന്ന് പറഞ്ഞ് എന്നോട്. കാരണം അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുക, ഒരു കൊച്ചു പിള്ളേര് പറയുന്ന കണക്ക് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. അതെനിക്ക് ഭയങ്കര ഒരു അതിശയമായിരുന്നു. കാരണം ഇപ്പം പറഞ്ഞ് എനിക്ക് ഒരു വേദനയില്ല മോളെ, എല്ലാ വേദന എന്റെ മാറി എന്ന് പറഞ്ഞ്
എല്ലാം ഇത് വലിയൊരു ഓർക്കേണ്ടി. സാക്ഷ്യമാണ്, വലിയൊരു സാക്ഷ്യമാണ് സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ. അച്ഛനത് കുഞ്ഞു പിള്ളേരെ പോലെ പറഞ്ഞുകൊണ്ടിരുന്നത് യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് സൗഖ്യമുണ്ട്, യേശുവിൻ്റെ മുറിവിനാൽ സൗഖ്യമുണ്ട്. അത് പറഞ്ഞ പോലെ തന്നെ പൂർണ്ണമായും മാറി. അപ്പം ആലോചിച്ച് നോക്കി, കർത്താവിൻ്റെ വചനം നാം പറയുമ്പോൾ രക്ഷകൻ്റെ നാമമാണ്, രക്ഷകൻ്റെ വചനമാണ്, അത് നിങ്ങളിൽ പ്രവർത്തിക്കും. അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ് സിസ്റ്റർ പറഞ്ഞത്. ആ പിതാവിന് പൂർണ്ണ സൗഖ്യത്തെ കർത്താവ് കൊടുത്തു. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. യേശുവിൻ്റെ നാമം അങ്ങനെ പറഞ്ഞു കൊടുക്കുക എല്ലാവർക്കും. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ ഞാൻ സാക്ഷ്യം? പറഞ്ഞു. കേട്ടായിരുന്നു ഞാൻ പറഞ്ഞത്. പിന്നെ ഞാനൊരു പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്, അതൊന്ന് നോക്കിയിട്ടൊന്ന് റിപ്ലൈ തന്നെ ഇന്നിട്ടിട്ടുണ്ട്. ഓക്കെ ഓക്കെ സിസ്റ്റർ, നോക്കിയാൽ കേട്ടോ. ഹലോ ബ്രദർ. പറഞ്ഞു പറഞ്ഞു സിസ്റ്ററെ. ബ്രദർ വിൻസെന്റിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ? ബ്രദർ പ്രാർത്ഥിച്ചപ്പോ കണ്ടുവന്ന്. വിൻസെന്റ് ഇന്നലെ ബാത്റൂമിൽ സ്ലിപ്പായി വീണിട്ട് റിഫ്രാക്ചർ ആയിട്ട് ഇരിക്കുവായിരുന്നു. അപ്പം ഇന്ന് ഡോക്ടറെ കാണാൻ പോയപ്പോ ചെസ്റ്റിൽ ഒരു ഗ്രോത്ത് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് വളരെ ടെൻഷൻ ആയിട്ടിരിക്കുക. എന്റെ കൂട്ടുകാരിയുടെ ബ്രദറാണ്. എനിക്ക് അവള് പറഞ്ഞുള്ള അറിവേ ഉള്ളൂ. അപ്പൊ ഞാൻ ഈ വചനമെല്ലാം പറഞ്ഞു കൊടുത്തു പ്രാർത്ഥിക്കാൻ പറഞ്ഞിരിക്കുവാണ്. സിസ്റ്റർ, ഇന്ന് മറ്റേ സഹോദരി കുറച്ചു മുമ്പ് പറഞ്ഞ സഹോദരി പറഞ്ഞ പോലെ തന്നെ അച്ഛൻ പറഞ്ഞല്ലോ, യേശുവിൻ്റെ മുറിവിനാൽ എനിക്ക് ആ സൗഖ്യം വന്നിരിക്കുന്നു. അവരോട് പറയണം, ആ വചനം പറഞ്ഞുകൊണ്ടിരിക്കണം. യേശുവിൻ്റെ മുറിവിനാൽ ഓപ്പറേഷനോ ഒന്നും കൂടാതെ ഞാൻ അത്ഭുതം കാണുമെന്ന് ആ മകനെ കൊണ്ട്, വിൽസെന്റിനെ കൊണ്ട് പറയിപ്പിക്കാൻ പറയണം. ഉറപ്പായിട്ടും പറയണം. എന്നിട്ട് സാക്ഷ്യമായി ആ മകൻ തീരും കേട്ടോ. അങ്ങനെ തന്നെ ഇന്ന് തന്നെ വിളിച്ചു പറയാം കേട്ടോ. അങ്ങനെ തന്നെ പറഞ്ഞാൽ മതി എന്ന് പറയാം എപ്പോഴും. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഹലോ ബ്രദർ, ഞാനൊരു RN എക്സാമിന്റെ കാര്യത്തിനായിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ബ്രദറിന് ഓർമ്മയുണ്ടാവും, ഒരു 2 weeks ബിഫോർ ആണ് ബ്രദർ ഇങ്ങനെ യോഹന്നാൻ ലാസ്റ്റിൽ ഉള്ള ആളെ ദൈവം ഇങ്ങനെ സന്ദർശിക്കുന്നു, ആ വീട്ടിൽ നിന്നയെ മാറ്റുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ അന്ന് ബ്രദറിന്റെ പ്രേയറിന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, അത് ഞാൻ അപ്പം ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അന്ന് ഞാൻ RN എക്സാമിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ഫെയിലായി, സെക്കൻഡ് ടൈം ഞാൻ അറ്റൻഡ് ചെയ്യാനായിട്ട് പോവാ. അത് ഇന്നലെ ആയിരുന്നു എക്സാം. അപ്പം എക്സാം കുറച്ച് ടഫായിരുന്നു. സെക്കൻഡ് ടൈം എനിക്ക് ടഫായിട്ട് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചാണ് പോയത്. എല്ലാം ഏറ്റു പറഞ്ഞ് ഐ ക്യാൻ ഡു ഓൾ ദ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹൂ സ്ട്രെങ്തൻ മീ, ആ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തന്നെയാണ് എക്സാം ഫുള്ള്. ഞാൻ 85 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആ കമ്പ്യൂട്ടറിന് ഫ്രണ്ട് ഇരുന്നപ്പോഴെല്ലാം ഞാൻ ഓരോ ക്വസ്റ്റ്യൻ തീരുമ്പോഴും കഴിയുമ്പോഴും ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ടെൻഷനോ, ഫസ്റ്റ് ടൈം പോയത് പോലെ അല്ല. ഞാൻ സെക്കൻഡ് ടൈം നല്ല കൂളായിട്ടാണ് പോയത്. ബ്രേക്ക് ടൈമിൽ ബ്രേക്ക് എടുത്തു. അതിന് ശേഷം 85 ഷട്ട് ഡൗൺ ആയി. ഫസ്റ്റ് ടൈമിൽ 85 ഷട്ട് ഡൗൺ ആയിട്ട് ഞാൻ ഫെയിലായി. അപ്പം പിന്നെ 85 ക്വസ്റ്റ്യൻ വന്ന് ഷട്ട് ഡൗൺ ആയപ്പം പിന്നെ എനിക്ക് മനസ്സിലിങ്ങനെ, പക്ഷെ എനിക്ക് ദൈവം തരും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. പിന്നെ ബ്രദർ പറയുന്ന ഓരോ വചനങ്ങളും ഇങ്ങനെ, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും, എൻ്റെ ദൈവത്തെ ഞാൻ മതിച്ച്, ഇതെല്ലാം ഞാൻ എപ്പോഴും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നടന്ന്. ഇപ്പം കുറച്ച് മുന്നേ കൂടെ ഞാൻ മമ്മിയോട് ഇങ്ങനെ പറഞ്ഞു, ഇത് കിട്ടുവാണെങ്കിൽ പ്രേയറിന് പറയണം, ബ്രദർ എറണാകുളത്ത് പ്രേയർ വെക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്, അപ്പൊ എനിക്ക് അവിടെ പോയി സാക്ഷ്യം പറയാൻ പറ്റുവാണെങ്കിൽ പറയണം എന്നൊക്കെ ചിന്തിച്ചിങ്ങനെ പറഞ്ഞു. ഞങ്ങൾ ഇന്നലെ ട്രെയിനിൽ തിരിച്ചു വരുമ്പോൾ ബ്രദർ ഇന്നലെ അത് ഞാൻ യൂട്യൂബിൽ കേട്ടതാണ്, കുറച്ച് കേട്ടു. അത് റേഞ്ച് ഇല്ലാഞ്ഞോണ്ട് വിശ്വാസത്തില് നമ്മള് വാഗൊണ്ട് പറയാൻ മാത്രമല്ല അത് പ്രവൃത്തിയിലും കൊണ്ടുവരണം. അപ്പം എനിക്ക് എപ്പോഴും ഞാൻ ഇമാജിൻ ചെയ്യാൻ തുടങ്ങി, ഇവരുടെ മെയില് വരുമ്പം യു ഹാവ് സക്സസ്ഫുള്ളി പാസ്ഡ് NCLEX RN എക്സാം, ആ ഇത് ഇമാജിൻ ചെയ്യാൻ തുടങ്ങി മനസ്സിലെപ്പോഴും എനിക്ക് അങ്ങനെ മെയിൽ വരുന്നതായിട്ട്. അപ്പൊ ഞാൻ ഇത് പറഞ്ഞിട്ട് കുറച്ച് മുന്നേ വന്നിട്ട് ഞാൻ എൻ്റെ ഫോൺ എടുത്ത് ടൈം നോക്കാൻ, ബ്രദറിന് പ്രേയറിന് കയറാനായിട്ടായിരുന്നു, ടൈം നോക്കാൻ നേരത്തെ എനിക്ക് മെയിൽ വന്നേക്കുന്നു, യു ഹാവ് സക്സസ്ഫുള്ളി പാസ്ഡ് NCLEX RN എക്സാം എന്ന് പറഞ്ഞിട്ട് കാനഡയുടെ നഴ്സിംഗ് ബോർഡിൽ നിന്നുള്ളൊരു മെയിൽ. അപ്പം അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് ഇപ്പോഴും ഉണ്ട്, ഞാൻ പാസ്സായി എന്നുള്ളത്. പക്ഷെ ദൈവം തന്നതാണ്. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി, ബ്രദറിനും നന്ദി. തുടക്കത്തിൽ പറഞ്ഞ ദൈവാത്മാവ് എങ്ങനെയായിരുന്നു ആലോചന വെളിപ്പെട്ടത്? പേരായിരുന്നു എന്താ പറഞ്ഞത്? കേട്ടില്ല ഞാൻ ആദ്യത്തത്. സിസ്റ്റർ ഇപ്പൊ സിസ്റ്റർ പറഞ്ഞ സിസ്റ്റർ ഒന്ന് മ്യൂട്ട് മാറ്റിക്ക്. പേരിന്റെ അവസാനം യോഹന്നാൻ എന്നുള്ള ആളെ ദൈവം സന്ദർശിക്കുന്നു, ആ ഭവനത്തിന് നിന്നെ ദൈവം മാറ്റുന്നു. ഞാൻ ഒത്തിരി 3 വർഷമായിട്ട് ഞാൻ OET ഇതൊക്കെ ഒത്തിരി ട്രൈ ചെയ്തു. പക്ഷെ ഞാൻ ലാസ്റ്റില് കഴിഞ്ഞ ഒക്ടോബറിൽ എനിക്ക് അതും ഒരു മിറക്കിളാണ്. എനിക്കിങ്ങനെ ഒരു ഇന്റർവ്യൂ വരുന്നു, എനിക്ക് ജോബ് ഓഫർ കിട്ടി. ഒരു മിനിറ്റ് സിസ്റ്റർ, എനിക്ക് ആ ബാക്കി ഞാൻ കേട്ടാ സിസ്റ്ററെ. അപ്പം ഞാൻ സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, പലപ്പോഴും ദൈവിക ആലോചനകൾ, പ്രവചന ആലോചനയൊക്കെ നിങ്ങൾ ഏറ്റെടുത്തോണം. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ
പലതവണ ട്രൈ ചെയ്തിട്ടും പരാജയപ്പെട്ടു പോയത്. പക്ഷെ ഒരു ദിവസം കർത്താവ് അവസാനം യോഹന്നാൻ എന്ന പേരിൻ്റെ അവസാനം വരുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നു. നിന്നയെ ദൈവം മാറ്റാൻ പോവാന്ന് പറഞ്ഞു. സിസ്റ്റർ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും പരാജയപ്പെട്ട് നിന്നയായി തീർന്നതാണ്. പക്ഷെ ആ എക്സാമിൽ സിസ്റ്റർ എന്ത് ചെയ്തു? ആ പ്രവചന ആലോചനയിൽ ഏറ്റെടുത്ത് വിശ്വസിച്ചു, വചനം പറയാൻ തുടങ്ങി. എന്നെ ശക്തനാക്കുന്ന യേശു മുഖാന്തരം എപ്പോഴും, അതാ ഞാൻ പറഞ്ഞത്, വചനത്തിൻ്റെ ശക്തി, രക്ഷകൻ്റെ ശക്തിയാണ്. സിസ്റ്റർ പറഞ്ഞുകൊണ്ടിരുന്നു. ആ പറഞ്ഞതുപോലെ ഓരോ ക്വസ്റ്റ്യൻ വരുമ്പോഴും പാനിക്കാകുന്ന ടൈംസ് എല്ലാം പറഞ്ഞുകൊണ്ടിരുന്നു. നിങ്ങൾ കേട്ടതുപോലെ തന്നെ. എന്നിട്ട് എന്ത് ചെയ്തു? ഇന്നലെ കഴിഞ്ഞ ദിവസം വചനം പോലെ വിശ്വാസാൽ ഇമാജിനേഷൻ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവന്നു. ഞാൻ സക്സസ്ഫുൾ ആകുമെന്നുള്ള മെസ്സേജ് കാണും, മെയിൽ കാണും എന്ന് ഇമാജിൻ ചെയ്യാൻ തുടങ്ങി. വിശ്വാസ കണ്ണുകൊണ്ട് കാണാൻ തുടങ്ങി. ഫെയിൽ ആവുന്നല്ല, സക്സസ്ഫുൾ എന്നുള്ള മെസ്സേജ് കാണുമെന്നുള്ള ഉറപ്പിൽ നിന്നു. അപ്പോൾ ആലോചിക്കുക, കർത്താവിൻ്റെ ഒരു ആലോചന കിട്ടി, പ്രവചനാലോചന കിട്ടി. 2 വചനം എടുത്ത് ഉപയോഗിച്ചു. 3 വിശ്വാസത്താൽ എന്ത് ചെയ്തു? ആ വിശ്വാസത്താൽ റിസൾട്ട് അനുകൂലമാകുന്നത് കാണാൻ തുടങ്ങി. ഇത് 3ഉം ചേർന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഇന്ന് സിസ്റ്റർ വലിയൊരു സാക്ഷ്യമായിട്ട് മാറി. കർത്താവ് അനുഗ്രഹിക്കട്ടെ സിസ്റ്ററെ. കാനഡയിലേക്കുള്ള വാതിൽ തുറക്കട്ടെ. അവിടെയും ചെന്നിട്ട് ഞാൻ പറഞ്ഞു, നമ്മുടെ ഓരോ രാജ്യത്തും ഈ പ്രാർത്ഥന കൂടുന്നവർ, നിങ്ങളോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഓരോ രാജ്യത്തും പ്രാർത്ഥിക്കുക. നമ്മൾ ഇതേപോലെയുള്ള കൂട്ടായ്മകൾ അവിടെ ആയിരിക്കാൻ. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം വിശ്വസിക്കുന്ന പോലെ ലോകത്തിൻ്റെ അറ്റത്തോളം പോയി സാക്ഷിയാകാൻ വേണ്ടി നിങ്ങൾ ഏത് രാജ്യത്ത് പോയാലും നിങ്ങൾ അവിടെ സാക്ഷിയാകണം. അവിടെ അനേകരെ യേശുവിലേക്ക് കൊണ്ടുവരുവാൻ നിങ്ങളെല്ലാവരും ദൈവം അയക്കുന്നതാണ്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഇനിയും വചനത്താലും പ്രാർത്ഥനയാലും ബലപ്പെടട്ടെ. ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ, പ്രൈസ് ലോർഡ് ബ്രദറെ. ഹലോ, പ്രൈസ് ലോർഡ് ബ്രദറെ. ബ്രദറെ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട് ബ്രദറെ. പറഞ്ഞു. കഴിഞ്ഞ മാസത്തില് അനിയത്തിക്ക് എളുപ്പന്നൊരു വയറ്റിനകത്ത് വേദന, ഛർദിലും വന്നതാണ് ബ്രദറെ. പെട്ടെന്നായിരുന്നു, ഒരു കുഴപ്പവും ഒന്നുമില്ലായിരുന്നു. നോർമലായിട്ടിരുന്നൊരു വ്യക്തിയായിരുന്നു. പക്ഷെ പെട്ടെന്ന് രാത്രിയിൽ ഉണ്ടായ ഒരു സംഭവമാണ്. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി നോക്കി. അപ്പൊ ട്രിപ്പൊക്കെ എടുത്ത് തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി ബ്രദറെ. എന്നിട്ടൊന്നും ഒരു കുറവുമില്ല. വീണ്ടും തലേ ദിവസം വീണ്ടും കൊണ്ടുവന്നു ഹോസ്പിറ്റലിൽ. അപ്പൊ അവിടെ കൊണ്ടുവന്ന് സ്കാൻ ചെയ്തപ്പം വയറ്റിനകത്ത് മുഴയാണെന്ന് പറഞ്ഞു ബ്രദറെ. മുഴയാണ്, മൊത്തം പഴുത്ത്, എത്രയും പെട്ടെന്ന് നിങ്ങൾ അഡ്മിറ്റ് ആവണം എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഒരുപാട് അങ്ങ് പേടിപ്പിച്ചു ബ്രദറെ. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയി. ഒരാഴ്ച അഡ്മിറ്റ് ആയിട്ട് പിന്നെ അവിടെ ഡിസ്ചാർജ് ആയി വന്നു ബ്രദറെ. അപ്പൊ വീണ്ടും അവർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു ബ്രദറെ. വീണ്ടും സ്കാൻ ചെയ്തപ്പോൾ അവർക്ക് അവിടെ ഒക്കത്തില്ല. മെഡിക്കൽ കോളേജിലേക്ക് എഴുതി കൊടുത്തു ബ്രദറെ. അങ്ങനെ മെഡിക്കൽ കോളേജിൽ പോയി. മെനഞ്ഞാന്ന് പോയി ബ്രദറെ. കഴിഞ്ഞ ബുധനാഴ്ച പോയിട്ട് തിരിച്ചു വന്ന് ഡിസ്ചാർജ് ആയി. അവിടുന്ന് അഡ്മിറ്റ് ആവാതെ തിരിച്ചു വന്നു. ഞാൻ ഈ മെസ്സേജ് ബ്രദറിന് ഇട്ടതായിരുന്നു ഞാൻ വാട്സപ്പില്. അപ്പൊ തിരിച്ചു വന്നിട്ട് അന്ന് അവിടെ അഡ്മിറ്റ് ആയില്ല. അഡ്മിറ്റ് ആവാനുള്ള സാഹചര്യം അല്ലായിരുന്നു. അപ്പൊ വീണ്ടും ബ്രദറെ പേടിച്ചുകൊണ്ട് വേറെ ഡോക്ടറൊക്കെ ഡോക്ടർ പറഞ്ഞു, ഇത് ഭയങ്കര സീരിയസ് ആണ്, ഇവിടെ അങ്ങ് ഒക്കത്തില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, എന്തിനിങ്ങനെ വെച്ചോണ്ടിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞു ബ്രദറെ. ചൊവ്വാഴ്ച ഇടന്നു. ഇപ്പൊ ബുധനാഴ്ച അവര് പോയി, മെനഞ്ഞാന്ന് പോയി അഡ്മിറ്റ് ആയി ബ്രദറെ മെഡിക്കൽ കോളേജില്. അപ്പൊ ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിക്കുവായിരുന്നു ബ്രദറെ. ഞാൻ ബ്രദറിന്റെ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. നിന്റെ കിടക്കി എടുത്ത് നടക്കുമെന്ന് പറഞ്ഞ ആ വചനത്തെ പറഞ്ഞ് ഞാൻ നിന്നെ രോഗിയായിട്ട് കിടക്കാനല്ല ദൈവം വിളിച്ചതെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ബ്രദറെ. ഇന്ന് ഫുള്ള് ഫാസ്റ്റിംഗ് ഒക്കെ എടുത്ത് പ്രാർത്ഥിക്കുവാൻ, രാവിലെ തൊട്ട് അത്ഭുതം ചെയ്യണം ദൈവം. ഇന്നലെ വിളിച്ചപ്പോഴും ഭയങ്കര സീരിയസ് ആയിട്ടാന്ന് പറഞ്ഞത്. അനിയത്തി പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യണം, അങ്ങനെ ചെയ്യണം, 2 മുഴയാന്ന് പറഞ്ഞു, മൊത്തം പഴുപ്പാന്ന് പറഞ്ഞു ഡോക്ടറെ. പക്ഷെ ഇന്ന് ബ്രദറെ ഞാൻ പ്രാർത്ഥിച്ചെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഞാൻ അവരെ ഹോസ്പിറ്റലിൽ വിളിച്ചു ബ്രദറെ. വിളിച്ചപ്പോ ഒരു അത്ഭുത സാക്ഷ്യം കേൾപ്പാൻ കർത്താവ് അനുവദിച്ചു ബ്രദറെ. ആ ഡോക്ടർ പറഞ്ഞു, ആ വയറ്റിലെ പഴുപ്പെല്ലാം നീങ്ങിപ്പോയി, നിങ്ങൾ ഇന്ന് തന്നെ ഡിസ്ചാർജ് ആയി ഭവനത്തിലേക്ക് പോയിട്ട് 1 മാസം കഴിഞ്ഞ് നീ വന്നാമെന്ന് പറഞ്ഞെ. എല്ലാം മഹത്വം ദൈവത്തിന് ബ്രദറെ. തീർച്ചയായിട്ടും കർത്താവ് അങ്ങ് പ്രവർത്തിച്ചത് നന്ദി. പ്രാർത്ഥിക്കാൻ കുറവ് കൊടുത്തല്ലോ. ആ വിഷയത്തെ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞത് തന്നെ അത്രയും പഴുത്തിരുന്നതാണ്. പക്ഷെ അതെല്ലാം മാറിപ്പോയി. ആ ഡോക്ടർ തന്നെ പറഞ്ഞു ഒന്നും ചെയ്യണ്ട എന്ന് പറയാൻ തക്കവണ്ണം, ഡിസ്ചാർജ് ചെയ്യാൻ തക്കവണ്ണം ഇടയാക്കി തീർന്നു. കർത്താവ് ഇന്ന് പ്രിയങ്ങളെ പ്രാർത്ഥിക്കാനുള്ള കൃപ കൊടുത്തതിന് നന്ദി. വലിയൊരു അത്ഭുതം കേൾപ്പിച്ചതിന് നന്ദി. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. അനേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹലോ ബ്രദറെ, കേൾക്കുന്നു. പിന്നെ ഒരു ജൂലൈ ആണോ ഓഗസ്റ്റിലാണോ ഞാൻ കറക്റ്റ് ആയിട്ട് ഓർക്കുന്നത്, ബ്രദർ ഒരു ആലോചന പറഞ്ഞായിരുന്നു, അപർണയെ തുടർന്ന് നന്മയുടെ വാതിൽ തുറക്കുന്നെന്ന് പറഞ്ഞു. അന്നേരം പിന്നെ ഈ BSNL നേരത്തെ ഒരു വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ മാഡം വിളിച്ചായിരുന്നു. അന്നേരം പറഞ്ഞു ക്വാളിഫിക്കേഷൻ ഇതുപോലെ സിവിൽ വേണോന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞു സിവിൽ ഇല്ല, ഡിപ്ലോമ കഴിഞ്ഞതാന്ന് പറഞ്ഞു മോള്, ഡിഗ്രി കഴിഞ്ഞിട്ട്. അങ്ങനെ അതങ്ങ് വിട്ടുപോയപ്പോ അത് കഴിഞ്ഞിട്ടാണ് ബ്രദർ ഇതിൽ ആലോചന പറഞ്ഞ അപർണയ്ക്ക് നന്മയുടെ വാതിൽ തുറക്കുന്നെന്ന്. അതിപ്പോ കഴിഞ്ഞ വ്യാഴാഴ്ച മോളെ ഇതുപോലെ അവിടെ നിന്ന് വിളിച്ചിട്ട് പറഞ്ഞിങ്ങനെ പിറ്റേന്നോട്ട് ചെല്ലാൻ പറഞ്ഞു. അന്നേരം ട്രെയിനിങ്ങിന്.
അങ്ങനെ ഒരു 3 ദിവസം അപർണ ട്രെയിനിങ് മോളാണ് സിസ്റ്ററെ. കഴിഞ്ഞിട്ട് എന്റെ മോളാണ് ഭർണ. അങ്ങനെ ബ്രദറെ പിന്നെ ആ മാഡം ഓഫീസിൽ തന്നെയാണ് അന്നേരം സ്റ്റാഫ്. ആ മാഡത്തിന്റെ ഇതിലാണ് ആ മാഡം പോയി. അന്നേരം മെനഞ്ഞാൻ തൊട്ട് മോള് ജോയിൻ ചെയ്ത് അവിടെ. ദൈവത്തിന് ആമേൻ നന്ദി, ആമേൻ. എത്ര ഒരു വലിയൊരു നന്ദി അത്ഭുതമാണ് പറഞ്ഞാലും സിസ്റ്റർ തീരത്തില്ല. പറഞ്ഞത്. കർത്താവ് ഇടപെട്ടതുപോലെ ഒരു പ്രവചനാലോചനയായിരുന്നു. എന്നോടന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളുടെ പേര് അപർണ എന്ന് വല്ലതും ഇല്ല, പറഞ്ഞിട്ടുണ്ടായിരുന്നു? ഒന്നും പറഞ്ഞിട്ടില്ല. ഒന്നും വലിയൊരു അത്ഭുതമാണ്. സുഖേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവാത്മ പറഞ്ഞു അപർണയ്ക്ക് വേണ്ടി ദൈവം വഴി തുറക്കാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു കഴിഞ്ഞ ദിവസം ചെന്നപ്പോൾ അത് അടയ്ക്കാൻ ഇടയായി തീർന്നു. പക്ഷെ അത് കറങ്ങി തിരിഞ്ഞ് അവർക്ക് തന്നെ ആ വഴി വരാൻ ഇടയായി തീർന്നു. അപ്പോൾ കർത്താവ് ആലോചനയിൽ വിശ്വസ്തൻ. ദൈവം തുറന്ന വഴിക്ക് നന്ദി സിസ്റ്ററെ. പ്രാർത്ഥിക്കുക, വചനത്തിലും വേറൊരു പ്രാർത്ഥനയിലും. പറഞ്ഞു. വേറെ ഒരു സാക്ഷ്യമുണ്ട് ബ്രദറെ. ഇന്ന് രാവിലെ ഇതുപോലെ എനിക്ക് ഭയങ്കര തലകറക്കം. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ ഭയങ്കര തലകറക്കം വന്ന് ഞാനങ്ങ് കിടന്ന് ഒത്തിരി നേരമായിട്ട് ഞാൻ പക്ഷെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. യേശുവിന്റെ തിരുമുറിവിനാൽ എനിക്ക് സൗഖ്യമുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, അത്ഭുതമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എന്നാലും അങ്ങ് കണ്ണു തുറക്കാൻ വയ്യാത്ത തലകറക്കമായിരുന്നു. അങ്ങനെ പിന്നെ വോമിറ്റും ചെയ്ത് ഒരു ഉച്ചയായപ്പോഴത്തേക്കിന് ഞാൻ എന്നാലും ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് കണ്ണടച്ച് ചൊല്ലിക്കൊണ്ട് തന്നെ ഇരുന്നു. അങ്ങനെ ഒരു അത്ഭുതം നടന്ന് എനിക്ക് സൗഖ്യമുണ്ട്. എന്നാലും ഞാൻ ഇപ്പൊ കിടന്നാണ് ഈ സാക്ഷ്യം എല്ലാം പറയുന്നത്. അത്രയ്ക്കും വയ്യായിരുന്നു. ഇത്തിരി കൂടെ ഇങ്ങനെ ഈ തലകറക്കം വരുക. അങ്ങനെ അതിനൊന്ന് പ്രാർത്ഥിക്കണേ ബ്രദറെ. തീർച്ചയായിട്ടും കർത്താവ് അങ്ങ് സൗഖ്യമാക്കിയത് നന്ദി. അതിലുപരി ആ പ്രവചന ആലോചന നിവർത്തിക്കുവാൻ കർത്താവ് ഇടയാക്കിയല്ലോ. കർത്താവ് ഇന്ന് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. അങ്ങ് തുറക്കുന്ന വഴികൾക്കായി സ്തുതി. പൂർണ്ണ വിടുതൽ കൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. ആ വേദന പൂർണ്ണമായിട്ട് മാറിയിരിക്കുന്നു കേട്ടോ. ഗോഡ് ബ്ലസ്. ബ്രദർ പറഞ്ഞു. ഹലോ. എനിക്കൊരു ആലോചന പറഞ്ഞിരുന്നു. പുളിക്കൻ വീട്ടും പേരുള്ളതേ. അപ്പൊ ഞാൻ ഈ സൂം തുടങ്ങുന്നതിന് മുമ്പായിട്ട് കിടക്കുകയായിരുന്നു. എനിക്ക് നെഞ്ചുവേദന ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഉറക്കത്തിലേക്ക് പെട്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അപ്പം തന്നെ എഴുന്നേറ്റു. ഭാര്യ പറഞ്ഞു എഴുന്നേൽക്കാനൊന്നും പറഞ്ഞില്ല. എങ്കിലും ഞാൻ എഴുന്നേറ്റ് ഉടനെ സൂമിൽ ബ്രദറിന്റെ വചനം കേൾക്കണം എന്നുള്ള പ്രതീക്ഷയോട് എഴുന്നേറ്റിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ ബ്രദർ ആലോചന പറഞ്ഞത് പുളിക്കൻ വീട്ടുപേരുള്ള കുടുംബം. അപ്പൊ അത് എന്റെയാണ് മാത്യു പുളിക്കൻ എന്നാണ്. അപ്പൊ എനിക്ക് എന്റെ മകളുടെ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. പിന്നെ കൂടാതെ പ്രോപ്പർട്ടി സെയിലാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. ഒന്നും അതുവരെ നടന്നിട്ടില്ല. എല്ലാം ദൈവം നടത്തും എന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകം ബ്രദർ പ്രാർത്ഥിക്കണം എന്റെ ബുദ്ധിമുട്ടുകളിൽ. തീർച്ചയായിട്ടും അത് ഏറ്റെടുത്തോണം. കർത്താവ് ഈ ദിവസം ഇന്ന് കേട്ടതുപോലെ പ്രവചന ആലോചന ഏറ്റെടുക്കുക. കർത്താവ് അത്ഭുതകരമായി തന്നെ നടത്തും കേട്ടോ. ധൈര്യമായിട്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ അത്ഭുതം കാണും. ഗോഡ് ബ്ലസ് യു. താങ്ക് യു. ഹലോ ബ്രദർ. പറഞ്ഞു കേൾക്കുന്നുണ്ട് ഞാൻ. സുമാ സുരേഷ് പറഞ്ഞില്ലേ അതിരുകൾ വിസ്താരമാകും. ഹലോ കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞു. സുമാ സുരേഷിന്റെ അതിരുകൾ വിസ്താരമാകുമോ? നമ്മുടെ റിലേഷൻ അവര് അത് ഏറ്റെടുത്ത സിസ്റ്ററെ. കർത്താവ് അത് വലിയൊരു അത്ഭുത സാക്ഷ്യമാക്കി മാറ്റും കേട്ടോ. ഓക്കെ. പിന്നെ അതേപോലെ നമ്മുടെ പത്മ ആൺ തലമുറയെ 62 ദിവസം കർത്താവ് തൊടുവാൻ ഒരു ഭാവി. അത് ഞാൻ നമ്മുടെ കുറച്ചു മുമ്പേ കണ്ട പത്മ എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചു മുമ്പ് ചോദിച്ചല്ലോ, ആ സഹോദരിക്ക് വേണ്ടിയാണ് പ്രത്യേകം പ്രാർത്ഥിച്ചത്. ആ വ്യക്തിക്ക് വേണ്ടിയാണ്. പിന്നെ വേറൊരു കാര്യം ഇന്നലെ എനിക്ക് പറയണമെന്നുണ്ടായിരുന്നു, പറ്റിയതില്ല. അപ്പോഴേക്കും ഓരോ ആൾക്കാർ തിരക്കുകൊണ്ട് ആകെ ടെൻഷനായി. ഇന്നലെ ഞാൻ ബ്രദറിനും കൂടി ഒന്ന് വിളിക്കണം വിചാരിച്ചിട്ടാണ്. ഒരുപാട് ടെൻഷൻ ഭാരപ്പെട്ടുകൊണ്ടേയിരുന്നു. ഞാൻ എങ്ങനെ ഒന്ന് വിളിക്കാൻ പറ്റുമോ, വാട്സപ്പിൽ വിളിക്കാൻ പറ്റുമെന്നിരുന്നു. ദൈവമേ എങ്ങനെ ഒരു വഴി തുറന്നു തരണേ പറഞ്ഞ് പിന്നെ ഞാൻ പാമ്പുകളെയും തേളുകളെയും ശത്രുവിനെ സകല ബലത്തെയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. വലിയൊരു അനുഗ്രഹമാണ് കുടുംബത്തിൽ നടന്നത്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ശക്തമായി പ്രാർത്ഥിച്ചു. ഞാൻ മനസ്സെല്ലാം തകർന്നു പോയി. ഒരാളോടും പറയില്ല എന്റെ വിഷമം. ഞാൻ ദൈവത്തിനോട് മാത്രമേ ഞാൻ പറയുള്ളൂ. ദൈവം ഒരു അത്ഭുതം പ്രവർത്തിച്ചു. ഇന്നലെ പറയണം വിചാരിച്ചതായിരുന്നു, പറ്റിയില്ല. അതേപോലെ അത് വലിയൊരു അനുഗ്രഹമാണ് ദൈവം തന്നത്. വലിയൊരു അനുഗ്രഹം പറഞ്ഞാ തീരില്ല. അത്ര വലിയൊരു പ്രശ്നമായിരുന്നാണ്. ആ പ്രശ്നത്തിൽ നിന്ന് ഈ വചനം വലിയൊരു അത്ഭുതമാക്കി തന്നു. അതിന് ദൈവത്തിനോട് നന്ദി പറയണം. അതേപോലെ ഇന്ന് മീൻ വറുക്കുകയായിരുന്നു ഗ്യാസില്. അപ്പൊ ആ മീൻ വറുക്കുമ്പോ ഒരു കരണ്ടി എണ്ണ, ഒരു തവി എണ്ണ അങ്ങനെ എന്റെ വയറിൽ വീണു, മാക്സിയിൽ വീണു. അപ്പൊ തന്നെ ഞാൻ കൈ തൊട്ട് നന്നായി പ്രാർത്ഥിച്ചു. വലിയൊരു പൊള്ളം വരേണ്ടതായിരുന്നു.
വലിയൊരു പൊള്ളം പറഞ്ഞ ഒരു ബലൂൺ പെട്ടെന്ന് ഊതി വീർപ്പിക്കുമ്പോൾ എത്ര സാമാന്യം വരും അതേപോലെ തൊട്ട് പ്രാർത്ഥിച്ചു. ദൈവം വലിയൊരു അനുഗ്രഹം തന്നു. അവിടെ ഒന്നും ഒരു അടയാളവും ഇല്ല. ഇനി ഒരു തീർച്ചയായിട്ടും കർത്താവെ അങ്ങ് വിടിവെച്ചതിന് നന്ദി. അങ്ങ് സൗഖ്യം ഇപ്പം വലിയൊരു അനർത്ഥ ദൈവം വിടിവെച്ചല്ലോ. കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ വലിയൊരു ആപത്തിലൂടെ കടന്നുപോയി. പക്ഷേ കർത്താവ് അതിൽ നിന്ന് കൊടുത്ത സൗഖ്യത്തിന് വിടുതലിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലസ് യു സിസ്റ്റർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ എന്തുകൊണ്ട് സാക്ഷ്യങ്ങളുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഹലോ ഹലോ പറഞ്ഞു കേൾക്കുന്നുണ്ട്. സുഭാഷ് സുരേഷ് എന്ന് പറഞ്ഞില്ല, ഇതില് കുറച്ച് 4-5 സുരേഷ് സുമാമാരുണ്ട്. അതില് സുരേഷ് ഉള്ള ബന്ധമുള്ള അത് എന്റെ ഹസ്ബൻഡാണ്. പിന്നെ ഞങ്ങളുടെ വസ്തുവിന്റെ കാര്യം പറഞ്ഞു. ഒരു 12 വർഷം കൊണ്ട് 3.25 സെന്റ് ഞങ്ങളുടെ വസ്തുവിനോട് ചേർന്ന് കിടക്കാൻ. അതിനുവേണ്ടി ഹസ്ബൻഡ് കുറെ വർഷങ്ങളായി അതിനുവേണ്ടി പ്രയത്നിക്കാൻ, അത് വാങ്ങാൻ വേണ്ടി. അതിന്റെ പുറകെ ഇപ്പോഴും അതിന്റെ പുറകെയാ. തീർച്ചയായിട്ടും കർത്താവ് അത് വലിയ അത്ഭുതകരമായിട്ട് തന്നെ. ബ്രദറും ഞങ്ങളെ 3.25 സെന്റ് അവർക്ക് അങ്ങോട്ട് കിട്ടാൻ വേണ്ടി അവരിയ്ക്കണം. അവരത് ഞങ്ങളോട് കിട്ടിയ ഞങ്ങൾക്ക് ഒരു ഫ്ലോട്ടായിട്ട് ഇടാൻ വേണ്ടിയാ ഞങ്ങളും ആഗ്രഹിക്കണത്. പക്ഷെ ഹസ്ബൻഡ് 12 വർഷം കൊണ്ട് അതിന്റെ പുറകെ അത് ആഗ്രഹിച്ച് കാശും സെറ്റിൽ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുക. കർത്താവ് അത് സാക്ഷിയാക്കി മാറ്റും സിസ്റ്റർ കേട്ടോ. പ്രാർത്ഥിച്ചോണ്. കർത്താവ് അത് അത്ഭുതമാക്കി മാറ്റും. ദൈവത്തിന്റെ പ്രവൃത്തി കഴിയും കേട്ടോ. ഹലോ പറഞ്ഞു. ഹലോ ബ്രദറെ, ഞാൻ ദീപക്കാരൻ മുണ്ടക്കയത്തോന്നേ. ഞാൻ ഇന്നാള് ബ്രദർ ഇതുപോലെ പറഞ്ഞിരുന്നു, ദീപക്ക് ദൈവം അനുഗ്രഹിക്കുന്നു, ഇതുപോലെ ഒന്നും ചെയ്താൽ ശരിയാകാത്ത ഒരാൾക്ക് ദൈവം ഇതുപോലെ പേരൊക്കെ പറഞ്ഞ ബ്രദർ പറഞ്ഞിരുന്നു. ഒരു 3 മാസത്തിനുള്ളിൽ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു. അങ്ങനെ വേറൊരു ദിവസം ബ്രദർ പറഞ്ഞു, നാളെ ഇരുട്ടുന്നതിന് മുന്നേ ദീപക്കിന് ഒരു അത്ഭുതം. അതുപോലെ എനിക്ക് ജോലി ഒരെണ്ണം വന്നു. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കാത്തൊരു ജോലി, ഞാൻ ചെയ്തിട്ടും ഇല്ലാത്ത ജോലി. അപ്പൊ അതിന് സൗദി വന്ന് 3 റൗണ്ട് ഇന്റർവ്യൂ ഉണ്ട്. അതിൽ 2 റൗണ്ട് കഴിഞ്ഞിരുന്നു. അതിൽ 3ാമത്തെ ഇന്നലെ കഴിഞ്ഞു. അത് നമ്മൾക്ക് അങ്ങനെ കിട്ടാൻ എളുപ്പമുള്ള ഒരു കാര്യമല്ല. ഞാൻ അധികം ചെയ്തിട്ടുള്ള പരിപാടിയല്ല. അപ്പൊ അതില് ദൈവം ഭയങ്കരമായിട്ട് അത്ഭുതം. അത് ഞാൻ എന്ത് ചെയ്യണോന്നറിയാതെ, ഫ്യൂച്ചർ എങ്ങോട്ട് പോകുമെന്നറിയാതെ നിന്ന സമയത്തായിരുന്നു ഇതെല്ലാം സംഭവിച്ചത്. അപ്പം ദൈവത്തിന് വളരെയധികം നന്ദി പറയുന്നു. ഇനി അടുത്ത ദിവസം തൊട്ട് ജോലിക്ക് കയറും. അപ്പം പ്രാർത്ഥന ഉണ്ടാവണം. തീർച്ചയായിട്ടും ബ്രദർ പറഞ്ഞിട്ടുള്ളതാണ്. കർത്താവിന്റെ വലിയ കൃപ. എന്നാൽ നമ്മൾ ഒരിക്കലും സാക്ഷ്യം പറഞ്ഞാണ്. അദ്ദേഹത്തോട് 2-3 പ്രാവശ്യം കർത്താവ് പ്രവചനാലോചന ഇടപെട്ടതാണ്. ഇരുട്ടി വെളുക്കുന്നതിന് മുമ്പ് തന്നെ കർത്താവിന്റെ ഒരു പ്രവൃത്തിയാണ്. അങ്ങനെ ചില ആലോചനകൾ കണക്ട് ചെയ്ത് ദൈവം ഇടപെട്ടതുപോലെ തന്നെ ജോലി മേഖല ദൈവം തുറക്കുവാൻ ഇടയായി തീർന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ ബ്രദറെ. ഗോഡ് ബ്ലെസ് യു. നാളെ ജോലിക്ക് കയറുമ്പോൾ ഏറ്റവും അനുഗ്രഹത്തോടെ, കോൺഫിഡൻസോടെ അവിടെ ചെന്ന് സമൃദ്ധിയോടെ കുടുംബമായിട്ട് തന്നെ ആ ദേശത്ത് വാഴുവാൻ ദൈവം അവസരം തുറക്കട്ടെ. ബ്ലെസ് ചെയ്യുന്നു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. 1-2 സാക്ഷ്യങ്ങൾ പറയുന്നുണ്ട്. വേഗത്തിൽ പറഞ്ഞു. നമ്മൾ പ്രാർത്ഥന തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുകയാണ്. നാളെ നമുക്ക് വീണ്ടും സാക്ഷ്യങ്ങൾ കേൾക്കണം. ഒറ്റ സാക്ഷ്യം പോലും പറയാതിരിക്കരുത്. കർത്താവ് നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ വേഗത്തിൽ പറഞ്ഞോട്ടെ. ബ്രദറെ മുമ്പേ സാക്ഷ്യം പറഞ്ഞ മേഴ്സി തന്നെയാണേ. എന്റെ കൈയുടെ വേദനയുടെ കാര്യത്തിന് മുമ്പേ പറഞ്ഞായിരുന്നു. അതുപോലെ മുമ്പത്തെ പ്രാർത്ഥനയിൽ ബ്രദർ പ്രാർത്ഥിച്ചപ്പം പറഞ്ഞായിരുന്നു, എം ചേർത്തൊരു പേര് ഇങ്ങനെ ആരോടും പറയാൻ പറ്റത്തില്ലാത്ത രീതിയിൽ വിഷമിക്കുന്ന ഒരാളെ ബ്രദർ ഇങ്ങനെ പറഞ്ഞതായിരുന്നു. ബ്രദറെ, എന്റെ പേര് മേഴ്സി എന്നാ. പക്ഷെ ഞാൻ ഇന്ന് ഭാരപ്പെടുന്ന വിഷയം എന്ന് പറയുന്നത്, എന്റെ കുഞ്ഞിന് 26 വയസ്സായി, കല്യാണമൊക്കെ കഴിഞ്ഞ. പക്ഷെ ഇപ്പൊ ഒരാഴ്ചയായി പനിയായിരുന്നു. തിരുവല്ലയിൽ അവളെ കല്യാണം കഴിച്ച പനിയായിട്ടൊക്കെ അടുക്കളക്കകത്ത് നിൽക്കുമ്പോഴെല്ലാം ഭയങ്കര തലകറക്കമായിരുന്നു. അങ്ങനെ ഇന്ന് കൊണ്ട് ഹോസ്പിറ്റലിൽ കാണിച്ചപ്പം അവൾക്ക് 140/85 അങ്ങാണ്ട് ഇച്ചിരി ബി പി കൂടി. ഉടനെ തന്നെ അവിടെ ഒരു ഡോക്ടർ അങ്ങ് BP-യുടെ മെഡിസിൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മ ഇങ്ങനെയാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, മോൻ BP-യുടെ മെഡിസിൻ കഴിക്കണ്ട, പിന്നെ വെർട്ടിൻ എന്ന് പറഞ്ഞൊരു ടാബ്ലറ്റ് തലകറക്കത്തിന് കൊടുത്തു, അത് മാത്രം കഴിക്കുമെന്ന് പറഞ്ഞു. അപ്പം അത് മാത്രവുമല്ല ബ്രദറെ, അവൾക്ക് പീരിയഡ്സ് അങ്ങോട്ട് കഴിയുന്ന ഉടനെ തന്നെ അവൾക്ക് വീണ്ടും ഈ ബ്ലീഡിങ് അങ്ങ് നീണ്ടു നിൽക്കുക. അതിനവള് ഭയങ്കര ടെൻഷൻ. അപ്പൊ ഞാൻ അവളോട് ചോദിച്ചു, മോൻ എന്താ വിഷമം എന്ന് ചോദിച്ചു. അമ്മ, എനിക്ക് ഇങ്ങനെ വലിയൊരു ടെൻഷനാണ് ബ്രദറെ. എന്റെ പൊന്നു ബ്രദറെ, അതിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. എന്റെ കുഞ്ഞിനൊരു പരിപൂർണ്ണ വിടുതലിനായിട്ട് പ്രാർത്ഥിക്കണം. അതെനിക്ക് വലിയൊരു മാനസികമായിട്ടൊരു വിഷമമായിരുന്നു. ഞാൻ എന്റെ യേശുപ്പച്ചനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാലും എന്റെ ബ്രദർ ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിക്കണേ. തീർച്ചയായിട്ടും കർത്താവ് ഞങ്ങൾ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ആ കുടുംബത്തെ തലമുറ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ വഴിത്തിരിവ് കർത്താവ് ചെയ്യട്ടെ. വലിയ കാര്യങ്ങളെ കർത്താവ് നിറയ്ക്കുവാൻ ഇടയായിത്തീരട്ടെ. ബ്ലസ് ചെയ്തെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹമാക്കുന്നതിന് നന്ദി. വലിയ സൗഖ്യവും വലിയ അത്ഭുതവും പ്രിയമകളുടെ മേൽ ഉണ്ടാകട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. നമ്മുടെ തൽക്കാലത്തേക്ക് പ്രാർത്ഥന ഇന്ന് സ്റ്റോപ്പ് ചെയ്യുകയാണ്. നാളെ നമുക്ക് വീണ്ടും കാണാം. സാക്ഷ്യങ്ങൾ പറയുവാനുള്ള അവസരങ്ങളെ കൂടുതൽ ഒരുക്കാം.
നമുക്ക് ഇന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ലൈവിൽ കാണുന്നവരെ ബ്ലസ്സിനോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ ഷെയർ ചെയ്യുക. എത്ര പേര് യൂട്യൂബിൽ വരുന്ന മീറ്റിങ്ങിൽ എനിക്കറിയത്തില്ല, നിങ്ങളിത് ഷെയർ ചെയ്യണം. അനേകർക്ക് ഈ വചനം കൊടുക്കണം. അനേകർക്ക് അവരെന്ത് പറയുന്നുള്ളതോ എന്ത് ചിന്തിക്കും, ചിലപ്പോൾ നിങ്ങൾ ഈ അയക്കുന്ന വചനം അവരുടെ തകർന്ന അവസ്ഥയെ രക്ഷിക്കുന്നതായിരിക്കും. നിങ്ങൾ കൊടുക്കുന്ന ഈ വചനം ചിലപ്പോൾ ചിലർ തിരസ്കരിച്ചേക്കാം, പക്ഷേ ചിലർ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ സാക്ഷ്യം കേട്ടാൽ ഒരു സഹോദരിയെ നിർബന്ധിച്ച് പ്രാർത്ഥന കയറ്റിയതാണ്. പക്ഷേ ആ സ്പൈനൽ കോഡ് വർഷങ്ങളായിട്ടുള്ള 8 വർഷമായിട്ടുണ്ടായിരുന്ന സ്പൈനൽ കോഡ് യേശു സൗഖ്യമാക്കി എന്നുള്ള സാക്ഷ്യം നമ്മൾ കുറച്ച് മുമ്പ് കേട്ടതാണ്, കുറച്ച് നാൾ മുമ്പ്. അതേപോലെ നിങ്ങൾ ചിലപ്പോൾ ഒരു വ്യക്തിക്ക് അയച്ചു കൊടുക്കുമ്പം അവർക്ക് ചിലപ്പോൾ താല്പര്യം ഇല്ലായിരിക്കും, പക്ഷെ ആ സമയത്ത് കർത്താവ് തോന്നിപ്പിക്കും. അതുകൊണ്ട് നിങ്ങൾ ഷെയർ ചെയ്യുക. ഞാനിതിന് ശേഷം നമ്മുടെ യൂട്യൂബിൻ്റെ ലിങ്ക് അയച്ചേക്കാം. അനേകർക്ക് ഈ വചനം കൊടുക്കുക. കാണുന്നതോട് ഞാൻ പറഞ്ഞു, നിങ്ങളിത് ഷെയർ ചെയ്യുക. അനേകർക്ക് ഈ വചനം കൊടുക്കുക. ഫേസ്ബുക്കിലായിക്കോട്ടെ യൂട്യൂബിലായിക്കോട്ടെ ഷെയർ ചെയ്യുക, കൊടുക്കുക. അനേകർക്ക് രക്ഷപ്പെടുവാൻ, സുവിശേഷത്താൽ അവർ സമ്പന്നരാകുവാൻ ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങൾ ബ്ലസ് ചെയ്യുന്നു. ലൈവിൽ കാണുന്നവർ അനുഗ്രഹിക്കുന്നു. അതിരുകൾ വിസ്താരമാകട്ടെ, വലിയ വിടുതൽ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വചനത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. ഗോഡ് ബ്ലസ്.